സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന് കീഴിലുള്ള അവളിടം യുവതി ക്ലബ്ബുകളുടെ കലാജാഥയ്ക്ക് വളാഞ്ചേരിയിൽ സ്വീകരണം. വളാഞ്ചേരി സഭ ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് നിന്ന് ആരംഭിച്ച ജാഥ ജില്ലയിലെ 16 കേന്ദ്രങ്ങളിലും പര്യടനം നടത്തും. 36ാമത് PFI അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റ് തുടങ്ങി. പൂക്കാട്ടിരി ഫുട്ബോൾ അസോസിയേഷനാണ് സംഘാടകർ. പ്രദേശത്തെ ക്ലബ്ബുകളെല്ലാം ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഇന്ന്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോടാണ് സംസ്ഥാന സമ്മേളനം. ഇന്ന് രാവിലെ 8 മുതൽ രാത്രി 8 വരെ കടയടപ്പ് സമരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത്. ഒരു വിഭാഗം വ്യാപാരികൾ സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ബിജെപിയുടെ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പാലുകാച്ചി. മരാർജി ഭവന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പിന്നീട്. കെ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് കവാടത്തിൽ പ്രതിഷേധ ധർണ ഇന്ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് മെയിന്റനൻസ് ഗ്രാന്റ് കുടിശ്ശിക നൽകണമെന്ന ആവശ്യം. ഓൾ കേരള ട്രെയിലേഴ്സ് അസോസിയേഷൻ ഇടുക്കി തൂക്കുപാലം ഏരിയ സമ്മേളനം മുണ്ടുമേരിമയിൽ നടന്നു. സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാർഷിക സ്വാതന്ത്ര്യ പദ്ധതി SHG പ്രവർത്തനങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. തൊഴിലാളികളുടെ റിട്ടയർമെന്റ് ആനുകൂല്യം വെട്ടിക്കുറച്ച സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. എടരിക്കോട് 110 kV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ എടരിക്കോട് മേഖലയിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. കോട്ടക്കൽ ടൗൺ, ആര്യവൈദ്യശാല, പറപ്പൂർ, എടരിക്കോട്, കാവതിക്കുളം, വേങ്ങര ടെസ്റ്റിൽ എന്നിവിടങ്ങളിലാണ് വൈദ്യുതി മുടങ്ങുക. വിജയപുരം രൂപതയുടെ പ്രഥമ സഹായ മെത്രാനായി ഡോക്ടർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ അഭിഷിക്തനായി. വിമലഗിരി കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കേക്കച്ചേരിൽ മോതിരവും അംശമുടിയും അണിയിച്ചു. വാരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് നെറ്റോയും മുഖ്യ സഹകാർമ്മികരായി. ഹൈഡ്രജൻ ഹാക്കത്തണലിൽ ജേതാക്കളായി മുട്ടത്തറ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകർ. ജേതാക്കളായത് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് വിഭാഗം. ഇന്ത്യയുടെ ഹരിതവും സുസ്ഥിരവുമായ ഊർജ്ജ ഭാവിയിലേക്ക് സഹകരണ വികസനമാണ് ഹാക്കത്തോണിന്റെ ലക്ഷ്യം. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന് കീഴിലുള്ള അവളിടം യുവതി ക്ലബ്ബുകളുടെ കലാജാഥയ്ക്ക് വളാഞ്ചേരിയിൽ സ്വീകരണം. വളാഞ്ചേരി സഭ ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് നിന്ന് ആരംഭിച്ച ജാഥ ജില്ലയിലെ 16 കേന്ദ്രങ്ങളിലും പര്യടനം നടത്തും. 36ാമത് PFI അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റ് തുടങ്ങി. പൂക്കാട്ടിരി ഫുട്ബോൾ അസോസിയേഷനാണ് സംഘാടകർ. പ്രദേശത്തെ ക്ലബ്ബുകളെല്ലാം ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഇന്ന്. അസോസിയേഷൻ ന്യൂസ് ട്രെൻഡ്സ് തുടരുകയാണ്. 2047 ഇന്ത്യയിൽ കേരളത്തിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരണം. ജാഫർ ഭീമന്റെ വിട എന്ന PFIയുടെ മാസ്റ്റർ ട്രെയിനറുടെ അജണ്ട അതായിരുന്നു. അതിനുള്ള പരിശീലന പരിപാടികളിൽ വ്യാപൃതനായിരുന്നു ജാഫർ ഭീമന്റെ വിട. കണ്ണൂരിൽ ഒളിവിൽ താമസിച്ച് കണ്ണൂരിൻ്റെ തണലിൽ വലിയ പദ്ധതികൾ അയാൾ ആസൂത്രണം ചെയ്തു. ഏറ്റവും ഒടുവിൽ NIA സംഘം കേരള പോലീസിൻ്റെ സഹായത്തോടുകൂടി ഈ കക്കാടൻ ചാലിൽ എന്ന കണ്ണൂരിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഇരച്ചു കയറുന്നു. ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ഇയാളിപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ ജാഫറിനെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. 2047 ജാഫറിൻ്റെ ആ നടക്കാത്ത സ്വപ്നം അത് പലതരത്തിൽ ആസൂത്രണം ചെയ്തിരുന്നു ജാഫർ എന്നാണ് ലഭിക്കുന്ന വിവരം. കൊടും ഭീകരനാണ്, തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട്, നിരവധി കേസുകളിൽ പ്രതിയാണ്, കൊലപാതകമടക്കം. ഇയാൾ ഇത്രയും നാൾ കേരളത്തിൻ്റെ കണ്ണൂരിൻ്റെ തണലിൽ താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.
ഇയാൾക്കെതിരെയുള്ള പ്രധാന നിരവധി ആരോപണങ്ങളുണ്ട്. NIA സംഘവുമായി ബന്ധപ്പെട്ട ഡാനി പോൾ ആദ്യം വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇയാൾ ആസൂത്രണം ചെയ്തതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഇതിനായി പരിശീലനം നടത്തിയിരുന്നു, ആയുധ പരിശീലനം നടത്തി, മാസ്റ്റർ ട്രെയിനറായി. കേസിൽ അറസ്റ്റിലാകുന്ന 59ാമത്തെ വ്യക്തിയായി കൂടി ഇയാൾ മാറുകയാണ്. 60 പേർക്കെതിരെ NIA ഇതിനകം കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. എത്ര ഗൗരവതരമായിരുന്നു ഇയാളുടെ രീതികൾ, ഇയാളുടെ ഇതുവരെയുള്ള പരിശീലന പരിപാടികൾ? രഞ്ജിത്ത, NIA വ്യക്തമാക്കുന്നത് ഈ കേസിൽ, അതായത് ഇസ്ലാമിക് രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇയാൾക്കൊപ്പമുണ്ടായിരുന്നവർ, അങ്ങനെ ഒരു ആസൂത്രിതമായൊരു സംഘം വളരെ ഗൂഢമായിട്ട് തന്നെ പ്രവർത്തിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ജാഫർ ഭീമൻ്റെ വിട. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ആയുധ പരിശീലനം അടക്കം മറ്റുള്ളവർക്ക് നൽകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ട് നിയോഗിക്കപ്പെട്ട ഒരാളായിരുന്നു ഇയാൾ. പല രീതിയിൽ പല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിനും അതിന് പുറത്തും തന്നെയും ക്യാമ്പുകൾ നടത്തി എന്ന് തന്നെയാണ് NIA ഇയാൾക്കെതിരെയായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഈ 60 അംഗ പ്രതിപട്ടികയിൽ 59ാമതുകാരനാണ് ഇയാളെങ്കിൽ കൂടിയും വളരെ ഗൗരവമായ പല കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും എന്നതാണ് NIAയുടെ കണ്ടെത്തൽ. പരിശീലന രീതികൾ, ഡാനി, പ്രവർത്തന രീതികൾ കേരളത്തിന് പുറത്തുമുണ്ടായിരുന്നു. കാരണം ഇതര സംസ്ഥാനങ്ങളിലും PFI ഹിറ്റ് സ്ക്വാഡുകൾ രൂപീകരിക്കുക, വിവിധ സമുദായങ്ങളിലെ അംഗങ്ങളെയും നേതാക്കളെയും വധിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ശ്രീനിവാസൻ വധവുമൊക്കെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇത്ര വലിയ കണ്ടെത്തലുകളിലേക്ക് NIA എത്തിച്ചതെന്നുള്ളതാണ്. ഒരുപക്ഷെ അയാൾ പ്രവർത്തന മേഖല വ്യാപിപ്പിച്ചിരുന്നുവെങ്കിൽ, അറസ്റ്റിലാവാതെ ഇരുന്നുവെങ്കിൽ കൂടുതൽ കൊലപാതകങ്ങൾ പോലും കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ നടന്നേനെ. അതിനാണ് ഇപ്പോൾ NIAയുടെ ഭാഗത്തു നിന്ന് ഒരു തട ഇട്ടിരിക്കുന്നത്. തീർച്ചയായും രഞ്ജിത്ത്, അത് തന്നെയാണ്. കാരണം ഇത്തരം ഒരു ആസൂത്രിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രഹസ്യ ഗ്യാങ്ങിനെ തന്നെ, ഇത്തരം ഒരു കില്ലർ സ്ക്വാഡിനെ തന്നെ, ഹിറ്റ് സ്ക്വാഡിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ ജാഫർ ഭീമൻ്റെ ഇവിടെ അടക്കമുള്ള നേതൃത്വത്തിൽ വലിയ രീതിയിൽ തന്നെ പ്രവർത്തനം സജ്ജമാക്കിയിരുന്നു. ഇവർക്ക് ആയുധമടക്കമുള്ള കാര്യങ്ങളിൽ പരിശീലനം ലഭിച്ചിരുന്നു, കായികപരമായ പരിശീലനം ലഭിച്ചിരുന്നു. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും തന്നെ ഇത്തരം സ്ക്വാഡുകളെ സജ്ജമാക്കി പ്രവർത്തിക്കുന്നത്, അവരുടെ പല മോഡ്യൂളുകൾ നടപ്പാക്കുന്നതിലടക്കം ഇവർക്ക് കാര്യമായ പങ്കുണ്ടായിരുന്നു. പലയിടത്തും നടന്ന കൊലപാതകങ്ങൾ, സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ കൊലപാതകങ്ങൾക്കടക്കം ഇത്തരം പരിശീലനം സിദ്ധിച്ചവരുടെ ഒരു ഇടപെടൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിലടക്കം നടത്തിയ ഇടപെടലുകളെല്ലാം തന്നെയും അന്വേഷണ സംഘങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവർ നടപ്പാക്കിയ രീതി തികച്ചും ആസൂത്രിതമായ രീതിയിൽ തന്നെ വളരെ ഇവരുടെ എതിരാളികളെ തന്നെ രാഷ്ട്രീയപരമായി ഇല്ലായ്മ ചെയ്യുന്നതിനടക്കം നിയോഗിക്കപ്പെട്ടവരുടെ പ്രവർത്തന രീതികൾ തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ആരെയും ഞെട്ടിപ്പിക്കുന്ന വളരെ ക്രൂരമായ രീതിയിലുള്ള കൃത്യങ്ങൾ തന്നെയായിരുന്നു ഇവർ നടത്തിയിരുന്നത്. അതുമാത്രവുമല്ല, മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ കൈവെട്ട് കേസിലെ പ്രതിയെ അടക്കം, ഏറ്റവും സുപ്രധാനമായ പ്രതിയെ അടക്കം പിടികൂടുന്ന വർഷങ്ങൾക്കിപ്പുറമാണ്. ഇവരെല്ലാവരും തന്നെ ഒരു ഒളിയിടമായിട്ട് തന്നെ കണ്ണൂരിലേക്ക് തന്നെ എത്തിയിരുന്നു എന്നതാണ്. കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്ന് ഇത് 1 മാസത്തിനിടെ പിടികൂടുന്ന രണ്ടാമത്തെ വലിയ, അതായത് ഈ ഭീകര സംഘടനകൾക്ക്, ഭീകര പ്രവർത്തകർക്ക്, ഇത്തരം സംഗതികൾ ആസൂത്രണം ചെയ്യുന്നവർക്ക് ഒരു ഒളിത്താവളമായി, സുരക്ഷിതമായ ഒളിത്താവളമായി കണ്ണൂർ പോലെയുള്ള നമ്മുടെ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ല മാറുന്നു എന്നതും ഗൗരവതരമാണ്. കാരണം ഈ NIA സംഘം ഇരച്ചുകയറി അറസ്റ്റ് ചെയ്യുമ്പോൾ കേരള പോലീസിനെ ഒപ്പം കൂട്ടിയിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരള പോലീസിന് മുൻകൂട്ടി ധാരണയില്ലാതിരുന്ന ഒരു റെയ്ഡും അറസ്റ്റും ഒക്കെയാണ് നടന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. NIA രഹസ്യവിവരം തേടുന്നു, ഇങ്ങനെ ജാഫറിനെ പോലെയുള്ള ആളുകൾ ഇത്തരം സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കണ്ണൂരും ചോദ്യചിഹ്നമാവുകയാണ്. എങ്ങനെ ഇവർക്ക് സുരക്ഷിതമായ താവളമായി മാറുന്നു? ഇതിന് പിന്നിൽ ആര് പ്രവർത്തിക്കുന്നു, ആര് പിന്തുണയ്ക്കുന്നു, ഏത് സ്വാധീനത്തിൻ്റെ പുറത്താണ് ഇത്തരം ആളുകൾ ഇത്തരം സ്ഥലങ്ങളിൽ, നമ്മളെ കേരളത്തിൻ്റെ, കൊച്ചു കേരളത്തിൽ വിലസുന്നത് എന്ന കാര്യത്തിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും, കണ്ടുപിടിക്കേണ്ടി വരും NIAക്ക്. തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഇതിൽ രണ്ടാമത്തെ ആൾ, ആദ്യത്തെ ആൾ കൈവെട്ട് കേസിലെ പ്രധാന പ്രതി, അതിൽ വർഷങ്ങളോളം അവിടെ ഒളിച്ചു താമസിച്ചു എന്നതാണ്. രാജ്യത്തിന് പുറത്ത് എന്നെല്ലാം രീതിയിൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ പോലും അയാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ്, കണ്ണൂരിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്നതായൊരു വസ്തുത. അവിടെ വളരെ സുഖമായിട്ട് സുരക്ഷിതമായിട്ട് തന്നെ പലരുടെയും തണലിൽ ഇയാൾക്ക് കഴിഞ്ഞു പോകാൻ കഴിഞ്ഞിരുന്നു. ജോലിയെടുത്ത് ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് തന്നെ ഏറ്റവും ഈ രാജ്യം തന്നെ ശ്രദ്ധിച്ച ഒരു കേസ്, സംസ്ഥാനത്തെ ഞെട്ടിച്ചൊരു കേസിൽ
കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു കൈവെട്ട് കേസിലുണ്ടായിരുന്നത്. അയാൾക്ക് അവിടെ ഒളിച്ചിരിക്കാനായിട്ട് താമസിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ കില്ലർ സ്ക്വാഡിനടക്കം നേതൃത്വം നൽകിയ ഒരാൾ കൂടി ഇവിടെ നിന്ന് തന്നെ പിടിയിലാകുന്നു എന്നതാണ്. ഇതിൽ NIA 2 വട്ടവും നടത്തിയ നീക്കങ്ങൾ ഒരു സൂചന പോലും പുറത്തേക്ക് വന്നിരുന്നില്ല. ഇതിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഇതിൽ തീവ്രവാദ വിരുദ്ധ സേന സംസ്ഥാനത്തിൻ്റെ ഇതിൽ ഉണ്ടായിരുന്നു എന്നത് പറയുമ്പോൾ പോലും NIA ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇത്തരം വിവരങ്ങൾ കൈമാറുന്നത്, ഇങ്ങനെയൊരു കാര്യങ്ങൾ നടക്കുന്നു എന്നത്. ഇതിൽ ഈ സവാദിന് NIAയുടെ ഇതിൽ കൈവെട്ട് കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ സംസ്ഥാന പോലീസിന് യാതൊരുവിധ വിവരങ്ങളും നൽകാതെ തന്നെ നടത്തിയ അതീവ രഹസ്യമായ ഓപ്പറേഷനായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു NIA ഇപ്പോൾ ജാഫർ ഭീമൻ്റെ വിടയെ ഇതിൽ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ അതിൽ കൃത്യമായ രീതിയിൽ ആസൂത്രണം NIA ഇന്റലിജൻസ് വിഭാഗം നടത്തിയിരുന്നു. കൃത്യമായ രീതിയിൽ തന്നെ അവിടെ അരിച്ചുപെറുക്കി നടത്തിയ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഇയാൾ അവിടെ നിന്ന് എത്തുന്നത്. ഇയാളെക്കുറിച്ച് കൃത്യമായ ഒരു മാപ്പിംഗ് അവർക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് കണ്ണൂരിലേക്ക് ഇത് ഒളിയിടങ്ങൾ മാറുന്നു എന്നത് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ വലിയൊരു ചോദ്യം തന്നെയാണ്. തുടരുക. ശ്രീ സക്രിയ ജോർജ് അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സക്രിയ ജോർജ്, NIAയുടെ അന്വേഷണം PFIയുമായി ബന്ധപ്പെട്ട് അവസാനിക്കുന്നില്ല. ഇപ്പോൾ അറസ്റ്റിലായ ജാഫർ ഭീമന്റെ വിടയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ കേട്ടാൽ ഞെട്ടും. ഇയാൾ ഒരു ട്രെയിനറായിരുന്നു, മാസ്റ്റർ ട്രെയിനറായിരുന്നു. നിരവധി ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ഇയാൾ ശ്രമിച്ച സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ NIAയുടെ ഇടപെടൽ കൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലയായ, രാഷ്ട്രീയ പ്രാധാന്യം ഒരുപാടുള്ള ജില്ലയായ കണ്ണൂരിൽ ഒളിത്താവളത്തിൽ കഴിയുകയായിരുന്നു ഇയാൾ. NIA സംഘം അറസ്റ്റ് ചെയ്യുന്നത് വരെ ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എത്ര ഗൗരവതരമാണ് ഈ അറസ്റ്റ്? എങ്ങനെ കാണണം ഇയാളുടെ പ്രവർത്തനങ്ങളെ? നമ്മൾ കേരളം എല്ലാത്തിലും നമ്പർ 1 ആണെന്ന് പറയുമ്പം നമ്മൾ ഭീകരവാദത്തിലും നമ്പർ 1 ആണോ എന്ന് നമുക്കിപ്പോൾ ചിലപ്പം തോന്നിപ്പോകും. പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയതിന് ശേഷം അതിലെ പ്രധാന പ്രതി താമസിച്ചത് കണ്ണൂരാണ്. ഇപ്പോഴും ഇത് കണ്ണൂർ പറയുന്നു. അപ്പോൾ ആരൊക്കെ ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഇതിൻ്റെ പുറകിൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആണോ കമ്മ്യൂണൽ ഇൻട്രസ്റ്റ് ആണോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, കേരള പോലീസിലുള്ള കുറേ ഉദ്യോഗസ്ഥന്മാർ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു കമ്മ്യൂണിറ്റിയെ മോശപ്പെടുത്തി പറയുമല്ല. എൻ്റെ ബാച്ചിൽ തന്നെ പെട്ട ചില ആൾക്കാർക്ക് ചില അന്തർധാരയൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൻ്റെ സമയത്തൊക്കെ അവർ ഓപ്പണായിട്ടൊക്കെ വന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് സർവൻസ് കോൺട്രാക്ട് റൂള് 81(2) പ്രകാരം നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. നാളെ നമ്മുടെ പേരിലൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആരോപിക്കണമെങ്കിൽ ആ പറയുന്ന ഉദ്യോഗസ്ഥന് തീർച്ചയായിട്ടും അങ്ങേയറ്റത്തെ ഇമ്പാർഷ്യാലിറ്റി, അതായത് IGM ഗോപനൻ സാറ് 24 നവംബർ 1967 ഇറക്കിയ മെസ്സേജ് ടു ദ മെമ്പേഴ്സ് ഓഫ് ദ പോലീസിനകത്ത് പറയുന്നുണ്ട്, പോലീസ് ഓഫീസേഴ്സ് ബയാസ്ഡ് ആകാൻ പാടില്ല, അവർ ഫെയർ ആൻഡ് ഇമ്പാർഷ്യൽ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഗവൺമെൻറ് സർവൻസ് കോൺട്രാക്ട് 1960 ഈ പറയുന്ന 81(2) ഈ പ്രൊവിഷനും പറയുന്നുണ്ട്. അപ്പോൾ നാളെ ഒരാൾക്ക് അയാളെക്കെതിരെ ഒരു ആക്ഷേപം പറയാൻ സാധ്യതയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസിൽ നിന്ന് ഈ പ്രധാനപ്പെട്ട പ്രതികൾ നിൽക്കുന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ മാറി നിൽക്കണം. പോലീസ് അക്കാഡമിയിൽ ഞാനുള്ളപ്പോൾ അവിടെ വർക്ക് ചെയ്ത ഒരു പോലീസ് ഓഫീസർ യൂണിഫോമിൽ പോയി ഇന്ന് സംസാരിക്കുന്നു. ഇപ്പോൾ യൂണിഫോമിലുള്ള തിരിച്ചുള്ള ചില പോലീസ് ഓഫീസർമാർ അവിടെ ഇവിടെയും പോയി പാട്ട് പാടുന്നു. പാട്ട് പാടിക്കോട്ടെ, എന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ യൂണിഫോം ഇട്ടിട്ട് പിന്നെ അവരുടെ ജാതിയിലുള്ള പാട്ടൊക്കെ പാടാൻ പോകുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണം. അപ്പോൾ ഒരിടത്ത് ഒരു തീവ്രവാദം വരുമ്പോൾ അടുത്തടുത്ത് വേറൊരു തീവ്രവാദം വരും. അത് പോലീസിനകത്തെ പച്ച വെളിച്ചം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മുടെ ഈ കണ്ണൂര്, നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട 2 പ്രതികൾ ഏറ്റവും ഒടുവിൽ ഭീമന്റെ വിടയെയും അറസ്റ്റ് ചെയ്ത് കണ്ണൂരിൽ നിന്നാണ്, കക്കാടൻചാലിൽ നിന്നാണ്. കണ്ണൂരിലൊക്കെ ഇവർക്ക് അങ്ങനെ സംരക്ഷണമില്ലാതെ ഒളിച്ചു കഴിയാൻ സാധിക്കുമോ? ഈ കൈവെട്ട് കേസിലെ പ്രതി സവാദിനെ രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ അരിച്ചു പറക്കുമ്പോഴാണ് ഇവിടെ കണ്ണൂരിൽ സുഖമായി കഴിഞ്ഞിരുന്നത് ഇത്ര വർഷം. ഇത്ര സ്വാധീനമുണ്ടെന്ന് വിചാരിക്കണം. എവിടുന്നൊക്കെ സഹായം ലഭിക്കുമെന്ന് നമ്മൾ കരുതണം. കണ്ണൂര് ആരുടെ ജില്ലയാണ്? നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ജില്ലയാണ് കണ്ണൂര്. അദ്ദേഹത്തിൻ്റെ ഭരണകാര്യത്തിലൊക്കെ ഭയങ്കര മികവാണെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൊക്കെ പറയുന്നുണ്ട്. ആ മികവുണ്ടെങ്കിൽ ഇതൊക്കെ അവിടെ നടക്കുമോ? ആരാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? തീർത്തും ഇമ്പാർഷ്യലാണെന്നുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും വന്ന് താമസിക്കുമോ? അദ്ദേഹം കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പോകുമ്പോൾ ആദ്യം അദ്ദേഹം ശുദ്ധീകരിക്കേണ്ട അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയായ കണ്ണൂരിനെയാണ്. കണ്ണൂരിലെ ഭാഗ്യത്തിന് ഇപ്പോൾ എന്തോ കണ്ണൂരിലെ കൊലപാതകങ്ങളൊക്കെ കുറേയൊക്കെ അവസാനിച്ചു. അത് ഒരു രീതി നല്ലതാണ്.
അതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ തീവ്രവാദവും രാഷ്ട്രീയ അക്രമത്തെ പോലെ തന്നെ തീവ്രവാദ അക്രമവും ഇല്ലാതാക്കണം. നമുക്ക് ഇവിടുത്തെ മതനേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഇതെല്ലാം നേട്ടമാക്കുന്നു. ദേ ആർ ഫിഷിംഗ് ഇൻ ട്രബിൾഡ് വാട്ടർ. ചില ആൾക്കാർ വാട്ടർ ട്രബിൾ ചെയ്തിട്ടും കാശുണ്ടാക്കും, അല്ലെ നേട്ടം ഉണ്ടാക്കും. അപ്പം ഇതെല്ലാം മതത്തിൻ്റെ നമുക്കറിയാം. വയലാറിൻ്റെയും യേശുദാസിൻ്റെയും കൂടെ ഉള്ള ഒരു പാട്ടുണ്ടല്ലോ, മതങ്ങൾ മനുഷ്യൻ സൃഷ്ടിച്ചതാണ്, എന്നിട്ട് എല്ലാവരും മണ്ണ് പങ്കുവെക്കുന്നു. എത്ര അർത്ഥവത്തായിട്ട വാക്കുകളാണ്. ഇവിടെ ഇതെല്ലാം എക്സ്പ്ലോയിറ്റീവാണ്. എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യന് ഇവിടെ സ്വൈര്യം കിട്ടുന്നില്ല. ഈ രാജ്യത്തെ ഉത്തമ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട്. നിയമം കയ്യിലെടുത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ഇവിടെ ഒരു പ്രശ്നവുമില്ല. അവർ സമിഷ്ടമായിട്ട് പോകുന്നു. ഇച്ചിരി പണം കൂടെ ഉണ്ടെങ്കിൽ ഏത് കുറ്റകൃത്യം ചെയ്തിട്ട് രക്ഷപ്പെടാം. അതൊക്കെയാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മാത്രമല്ല, നേരത്തെ നമ്മുടെ ISS നിരോധിച്ചിരുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ അവർ പിന്നെ PDP ആയിട്ട് വന്നു. സിമി നിരോധിച്ചു. സിമിയുടെ മുറിയെല്ലാം പൂട്ടി. പക്ഷെ നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോയും സ്റ്റേറ്റ് ഇന്റലിജൻസും ഒക്കെ എവിടാണ്? എന്തുകൊണ്ട് ഇമ്പാർഷ്യലായിട്ട് ഇത് കണ്ടുപിടിക്കുന്നില്ല? ഇത് കണ്ടുപിടിക്കാത്തത് കൊണ്ട് എന്ത് പറ്റുന്നു? ഇന്ത്യയുടെ വികസനത്തിന് ഉപയോഗിക്കേണ്ട ഫണ്ട് ഇപ്പം നമ്മൾ ലൈഫ് മിഷനിലൊക്കെ പലർക്കും വീടൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നു. ഈ തീവ്രവാദത്തിൻ്റെ എതിരെയൊക്കെ പോകുന്ന ആ ആക്ടിവിറ്റീസിന് വേണ്ടി ചെലവാക്കുന്ന കാശ് സത്യത്തിൽ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നതല്ലേ? ഇന്റലിജൻസ് ഏജൻസി പിന്നെ നേരെ നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ ശരിയാകും. കണ്ണൂരിങ്ങനെ ഒരാൾ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് NIA വന്ന് പിടിക്കണോ? ഇവിടുത്തെ സ്റ്റേറ്റ് ഇന്റലിജൻസ് പരാജയമല്ലേ? എന്തുകൊണ്ട് സ്റ്റേറ്റ് ഇന്റലിജൻസ് ഉണരുന്നില്ല? ഞാൻ സ്റ്റേറ്റ് ഇന്റലിജൻസിലെ ആൾക്കാർ മോശമൊന്നും പറയത്തില്ല. ഞാൻ ഇവിടെ വർക്ക് ചെയ്താണ്. ഒത്തിരി നല്ല ആൾക്കാരുണ്ട്. പക്ഷെ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന, അവരെ എൻകറേജ് ചെയ്യുന്ന, അവരെ മോട്ടിവേറ്റ് പോലീസിന്റെ കാര്യം പറയുമ്പോൾ സാർ പോലീസിന്റെ വിഷയം പറയുകയായിരുന്നു. അവിടുത്തെ ഈ സ്വാധീനങ്ങൾ നമുക്കറിയാം. ഇത് രാഷ്ട്രീയ സ്വാധീനമില്ലാതെ പോലീസിന് ചലിക്കാനാവാത്തൊരു സംവിധാനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലുള്ളത് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കണം. അത് രാഷ്ട്രീയ കക്ഷികൾ അവരുടെ ലോക്കൽ നേതാക്കൾ എന്ത് പറയുന്നു, അതിനപ്പുറത്ത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോലും അത്തരം കാര്യങ്ങൾ നടക്കുകയാണ്. ഇത്ര വലിയ ഗൗരവതരമായ കാര്യങ്ങളിൽ പോലും നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക് ശ്രദ്ധയില്ലാത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് ഭീകരവാദം വളരുന്നു, ഇത്തരം ആളുകൾ ഒളിച്ചു താമസിക്കുന്നു, അവരെ കുടുക്കണം, ഇത്തരം സംവിധാനങ്ങൾ ജനങ്ങളുടെ സൗരജീവിതത്തിന് വിഘാതമായി അവരെ വളർത്താൻ അനുവദിക്കരുത് എന്നൊക്കെ വിചാരിക്കുന്നത് എന്തുകൊണ്ടാകും? അതിന് പോലീസിനെയും കൂടി അവർ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാകും? അത് തീർച്ചയായിട്ടും പോലീസിനകത്ത് തന്നെ വർഗീയ ചിന്തകളുള്ള ഇഷ്ടംപോലെ പേരുണ്ട്. അവരിതിനെല്ലാം കൂട്ടുപിടിക്കും, ഇതിനൊരു ചൂട്ടുപിടിക്കും. പിന്നെ പോലീസ് അസോസിയേഷൻ ഉണ്ട്. പോലീസ് അസോസിയേഷൻ വെൽഫെയർ അസോസിയേഷനാണ്. ഇവിടെ പോലീസ് വെൽഫെയർ ബ്യൂറോ വന്നു കഴിഞ്ഞപ്പോഴേ പോലീസ് അസോസിയേഷൻ പിരിച്ചുവിടേണ്ടതാണ്. കൽക്കട്ടയിലെ മമതാ ബാനർജി 2011 പിന്നെ വെൽഫെയർ ബ്യൂറോ ഉണ്ടാക്കിയതിന് ശേഷം അവിടുത്തെ അസോസിയേഷൻ പിരിച്ചുവിട്ടു. ഈ അസോസിയേഷനൊക്കെ രാഷ്ട്രീയമായിട്ട് ചേരും. അസോസിയേഷന് പങ്കുണ്ട് പച്ചവെളിച്ചം. ഞാൻ ഇടുക്കി ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന സമയത്ത് അതിന് തൊട്ടു മുമ്പായിരുന്നു പ്രൊഫസർ ജോസഫിൻ്റെ അറ്റാക്ക്. അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തവരെല്ലാം ഇപ്പോൾ തിരിച്ചു വന്നു. അവർക്കൊക്കെ അവിടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുണ്ട്. അതിനകത്ത് പലരും ഇതിനെ ഹാർബർ ചെയ്യുന്നുണ്ട്. മൂന്നാറിൽ വന്ന് തീവ്രവാദികൾ വന്ന് താമസിച്ചു. അതിനെ സപ്പോർട്ട് ചെയ്ത പോലീസുകാരുണ്ട്. ഇവരെയൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. പോലീസിനകത്ത് ഈ രാജ്യത്തെ സെക്യുലർ കണ്ടന്റ്, ഈ രാജ്യത്തിൻ്റെ മതേതരത്വം, ഈ രാജ്യത്തെ ഭരണഘടന, അതിലെ ഉന്നതമായ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ മാത്രമേ പാടുള്ളൂ. മതം വേണ്ടെന്നല്ല പറഞ്ഞ്. മതവും ദൈവവിശ്വാസവും എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ അത് അവർക്ക് സാൽവേഷനാണ്, സായുജ്യമടയാൻ, ദൈവത്തിലേക്ക് നന്മ ചെയ്യാൻ ഇതൊക്കെ ആയിരിക്കണം. അല്ലാതെ മറ്റുള്ളവരെ വെട്ടാനും കൊല്ലാനും ഒന്നുമല്ല ഈ മതവും രാഷ്ട്രീയവും ഒക്കെ. രാഷ്ട്രം രാഷ്ട്ര നന്മയ്ക്കാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞു, മതവും രാഷ്ട്രീയവും രണ്ടും ചേരണം, എന്നിട്ട് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പോലെയുള്ള ലോകപ്രശസ്തനായ ഏറ്റവും മഹാത്മാഗാന്ധി കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ തന്നെ കൂട്ടാവുന്ന ഒരു വലിയ വ്യക്തിത്വമാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജാതി കൊണ്ട് അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്തില്ല. അദ്ദേഹം മതേതരവാദിയായിരുന്നു. ഈ രാജ്യത്തിന് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന് ജാതി മത ചിന്തകളൊന്നുമില്ല. അദ്ദേഹം നന്മയുടെ പര്യായമായിരുന്നു. അപ്പോൾ ഒരു ജാതി വെച്ചിട്ടല്ല, ഓരോ വ്യക്തി നന്നാകണം. മത നേതാക്കന്മാരെ ഇപ്പൊ ഇലക്ഷൻ വരുന്നു, അവിടെ എല്ലാവരും അവരെ വോട്ട് ബാങ്ക് നോക്കുവാണ്. ബാർഗെയിനിങ്, അവർക്ക് നടത്തുന്ന കോളേജുകള്, സ്കൂളുകള്, ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഇതിനൊക്കെ പോകുന്നത്. തീർച്ചയായും സാർ, നമ്മൾ ഈ ജാഫർ ഭീമന്റെ വിടയിലെ പ്രവർത്തനങ്ങളിലേക്കൊന്ന് വന്നാൽ നമുക്കറിയാം 59ാമത്തെ ആളാണ്
ഈ PFI പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന ആൾ. NIA ഇതുവരെ 60ഓളം പേർക്ക് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞു. ആദ്യം അറസ്റ്റ് ചെയ്ത തൃശൂർ സ്വദേശി നബീൽ അഹമ്മദിൻ്റെ മൊഴിയിൽ നിന്നാണ് അന്വേഷണം ഇവിടേക്ക് എത്തുന്നത്. അതായത് കേരളത്തിൽ IS ഗ്രൂപ്പ് സ്ഥാപിക്കുക, അത് ഖത്തറിലെ അഫ്ഗാൻ സിറിയൻ സുഹൃത്തുക്കൾ വഴി IS ഭീകരരുമായി അടുപ്പം സ്ഥാപിക്കുന്നു. പെറ്റ് ലവേഴ്സ് എന്ന പേരിൽ സംഘടന ഉണ്ടാക്കുന്നു. ഇവർക്ക് ടെലഗ്രാം ഗ്രൂപ്പ് വരുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയ വഴി നേരിട്ട് ഒക്കെയുള്ള ഓപ്പറേഷൻസ് നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇനിയും ഇതിൻ്റെ കണ്ണികൾ അകത്താകാനുണ്ട്, വലയിലാവാനുണ്ട്, അന്തർദേശീയ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അന്വേഷണം ആ തരത്തിൽ കൂടി വ്യാപിപ്പിക്കണം. NIA പോലെയുള്ളൊരു സംഘടനയ്ക്ക് അതിനുള്ള പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റു രാജ്യങ്ങളുമായി ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷൻസ് അന്വേഷണമൊക്കെ ഈ ഘട്ടത്തിൽ വേണ്ടിവരും. നിരവധി ആളുകൾ മറ്റു രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം ഈ ഭീകര സംഘടനയൊക്കെ ചേർന്നവരുണ്ട്. അവരെ അടക്കം ഈ വിഷയത്തിൽ പ്രതിചേർത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ വ്യാപകമായി ഈ വിഷയത്തിൽ ഇനിയും ശ്രദ്ധ വേണമെന്നുള്ളതല്ലേ ഇതിൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും. ഞാൻ പ്രധാനമായിട്ട് കാണുന്നത് പാകിസ്ഥാൻ എന്ന് നമ്മുടെ ശത്രുക്കളായിട്ട് കഴിയുന്നു. അവരൊരിക്കലും ഒരു വാറും ഇന്ത്യയുമായിട്ട് ജയിച്ചിട്ടില്ല. അപ്പോൾ അവർ നേരത്തെ അവർ വിഘടനവാദം ഇവിടുന്ന് തലതിരിഞ്ഞവരെ കൊണ്ടുവന്ന് പാകിസ്ഥാനെ കൊണ്ട് ട്രെയിൻ ചെയ്യുന്നു. അതാണ് നമ്മൾ കണ്ട പഴയൊരു സിമി ക്യാമ്പ് വാഗമണിലും ഒക്കെ നടത്തിയ ക്യാമ്പ് അവരെ പാകിസ്ഥാനിൽ എത്തിച്ച് ട്രെയിൻ ചെയ്തിട്ട് പിന്നെ അജ്മൽ കസബൊക്കെ വന്ന് മുംബൈ ടെറർ അറ്റാക്ക് നടത്തിയ പോലൊക്കെ ചെയ്യാനാണ് ഇരുന്നത്. പക്ഷേ പെട്ടെന്ന് ലോകത്ത് പിന്നെ ഇറാഖ് അമേരിക്ക യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സിറിയയിലൊക്കെ തീവ്രവാദം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ വലിയ ഡൈമെൻഷനിൽ ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവരുടെ ആക്ടിവിറ്റീസ് ഒരു ഗ്ലോബൽ നോട്ടിലാണ്. പിന്നെ അവർ എവിടെയും പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കും. ഇപ്പം തന്നെ നമ്മുടെ തൊട്ടടുത്ത് അഫ്ഗാനിലെ ഡെമോക്രാറ്റിക് റൂൾ എടുത്ത് കളഞ്ഞിട്ട് അവിടെ തീവ്രവാദത്തിലേക്ക് ചെന്നെത്തി. അവരാണ് അവിടെ ഭരിക്കുന്നത്. അവിടെ മാനുഷിക മൂല്യങ്ങളില്ല. ഇന്റർനാഷണൽ ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾ 2(1)(d) പറയുന്നുണ്ട്, ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ഫ്രീ ഈക്വൽ ഇൻ റൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി. ഇവിടെ റൈറ്റും ഡിഗ്നിറ്റി ഒന്നുമില്ല. മത നേതാക്കന്മാർ പറയുന്നത് വളരെ തീവ്രമായ നിലപാടുകൾ അനുസരിച്ച് മനുഷ്യർ ജീവിക്കാൻ നിർബന്ധിക്കുന്നു. അവർ ലോകത്ത് മൊത്തം സ്പ്രെഡ് ചെയ്യും. ഇത് പാകിസ്ഥാൻ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് ഇന്ത്യയിൽ ഈ തീവ്രവാദത്തിന് വേണ്ടി അവർ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ടെറർ ഫണ്ടിങ് ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിനകത്ത് ഗോൾഡ് വന്നിറങ്ങി 160 കിലോ ഉണ്ടെന്നാണ് കസ്റ്റംസ് പറഞ്ഞത് അവിടെ ഫൈനൽ റിപ്പോർട്ടിനകത്ത്. പക്ഷെ 30 കിലോ മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. ബാക്കി 130 കിലോ എവിടെ പോയി? ടെറർ ഫണ്ടിങ് ആണോ? എന്തിനാണോ? ഇതൊക്കെ കണ്ടുപിടിക്കണ്ടേ? NIA ഒന്ന് അന്വേഷിച്ച് പാട്ടിന് പോയി. കേരള പോലീസ് അന്വേഷിക്കുന്നില്ല. കസ്റ്റംസ് 130 കിലോ കണ്ടുപിടിക്കുന്നില്ല. ED കണ്ടുപിടിക്കുന്നില്ല. ഇതാര് കണ്ടുപിടിക്കണം? ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ വരുന്ന കാശുകൾ ഡ്രഗിൽ കൂടി വരുന്നത്. നാർക്കോ ടെററിസം ഉണ്ട്. നാർക്കോട്ടിക് ബിസിനസ്സിനകത്ത് അഫ്ഗാനിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ നിന്ന് ഗോൾഡൻ ട്രയാങ്കിൾ വഴി വരുന്ന പണങ്ങളൊക്കെ എവിടാണ് ചെല്ലുന്നത്? ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാനും ഞാൻ പറയുന്ന എല്ലാവരും ജീവിക്കണം, അന്തസ്സായിട്ട് ജീവിക്കണം. അവിടെ മതവിശ്വാസങ്ങളിൽ അവരെ വളരെയധികം ചേർന്ന് നിന്ന് ജീവിക്കണം. പക്ഷെ ഒരാളെ ഹാം ചെയ്യരുത്. ശരി, എല്ലാവർക്കും മ്യൂച്വൽ റെസ്പെക്ട് വേണം. ശരി, എല്ലാവർക്കും മ്യൂച്വൽ റെസ്പെക്ട് വേണം. നന്ദി സാർ താങ്കളുടെ പ്രതികരണത്തിൽ. ഏതായാലും NIA കസ്റ്റഡിയിലാണ് ഇപ്പോൾ കക്കാടൻചാലിന് പിടിയിലായ ജാഫർ ഭീമന്റെ വിട എന്ന കൊടും ഭീകരൻ. ഇയാളെ ഇനിയും കണ്ണൂരിൽ ഒളിത്താവളങ്ങളുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, അത്തരം അന്വേഷണങ്ങൾ NIA തുടരുമെന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? കാരണം കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തേണ്ടതുണ്ട്. കൂടുതൽ ആളുകൾ ഒരുപക്ഷെ പ്രതികളൊക്കെ കണ്ണൂരിന്റെ തണലിൽ ജീവിക്കുന്നുണ്ടാകാം. അവരിലേക്ക് കൂടി കാര്യങ്ങൾ എത്തണം. അത് NIA ആ തരത്തിൽ മുന്നോട്ട് പോകുമെന്ന് കരുതാം അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്. കാരണം ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയയാളെ 10 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇയാൾ ഇത്ര കാലം ഇവിടെ ഒരു സുരക്ഷിതമായൊരു ഒളിയിടമായിട്ട് ഈ കേരളത്തിൻ്റെ കണ്ണൂരിലെ അടക്കം സാഹചര്യങ്ങൾ മാറിയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇയാൾക്ക് അവിടെ സുരക്ഷിതമായിട്ട് കഴിയാൻ സാധിച്ചിരുന്നത്? ആരൊക്കെയാണ് ഇയാളെ സഹായിച്ചത്? അതുമാത്രവുമല്ല, എവിടേക്ക് ഈ ക്യാമ്പുകൾ നടത്തിയിരുന്നു? ആരൊക്കെ പങ്കെടുത്തു? ഇതെല്ലാം തന്നെ വലിയ തലവേദന സൃഷ്ടിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. സുരക്ഷിതത്വത്തിന് വലിയ അങ്ങേയറ്റം ഭീഷണി ഉയർത്തുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടത് തന്നെയുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസി അതിന് പിറകെ തന്നെയാണ്. ഈ 10 ദിവസത്തെ നിർണായകമായ ചോദ്യം ചെയ്യലിൽ ആ വിവരങ്ങൾ കൂടി കണ്ടെത്താനായിട്ട് സാധിക്കും. കൂടുതൽ പേരിലേക്കടക്കം അന്വേഷണം ചെല്ലും. നേരത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ നടത്തിയ ശ്രമങ്ങളിലുള്ള പ്രതിപട്ടികയ്ക്കപ്പുറത്തേക്ക് ഇതിന് സഹായം ചെയ്തവർ, അതിനോടൊപ്പം സഞ്ചരിച്ചവർ, ആശയങ്ങളും അല്ലാതെയും തന്നെ ഒപ്പം ഉണ്ടായിരുന്നവർ, ഇവരിലെല്ലാവരിലേക്കും അന്വേഷണങ്ങൾ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യൽ, 10 ദിവസത്തെ ചോദ്യം ചെയ്യലെല്ലാം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ കാര്യങ്ങൾ
കാര്യങ്ങൾ തന്നെയായിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. രഞ്ജിത്ത, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശ്രീ സക്കറിയ ജോർജ് റിട്ടയർഡ് SP ഈ ചർച്ചയുടെ ഭാഗമായിരുന്നു. ന്യൂസ് ട്രെൻഡ്സിൽ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിലേക്ക് വരാം അല്പസമയത്തിനകം തന്നെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അബൂബക്കർ സിദ്ദിഖ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോടാണ് സംസ്ഥാന സമ്മേളനം. ഇന്ന് രാവിലെ 8 മുതൽ രാത്രി 8 വരെ കടയടപ്പ് സമരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത്. ഒരു വിഭാഗം വ്യാപാരികൾ സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ബിജെപിയുടെ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പാലുകാച്ചി. മനാർജി ഭവന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പിന്നീട്. കെ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുത്തു. തലസ്ഥാന റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് CPM-നുള്ളിൽ ഒരു പുതിയ വിവാദം അത് ഉടലെടുത്തിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കടകംപള്ളി സുരേന്ദ്രനെതിരെ ശക്തമായ വിമർശനം CPM സംസ്ഥാന സമിതിയിൽ ഉണ്ടാകുന്നു. മുതിർന്ന നേതാവായ കടകംപള്ളി ഈ വിഷയത്തിൽ പ്രതികരണം നടത്തി. കാരണം തലസ്ഥാനത്തെ റോഡ് വികസനം നമുക്കറിയാം, തലസ്ഥാനവാസികൾ എത്രത്തോളം ഈ വിഷയത്തിൽ ദുരിതമനുഭവിക്കുന്നു. വിവിധ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം അത് തുടങ്ങിയിട്ട് മാസങ്ങളും വർഷങ്ങളുമായി തീരാത്ത പശ്ചാത്തലമുണ്ട്. സഞ്ചാരികൾ ഏറെ വരുന്ന വിനോദസഞ്ചാര മേഖലയായ തലസ്ഥാനത്ത്, ഒപ്പം സെക്രട്ടേറിയറ്റ് ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് റോഡുകളുടെ ശോച്യാവസ്ഥ കാരണം സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഗതാഗത തടസ്സം രൂക്ഷമാണ്. ഇവിടെയാണ് പൊതുമരാമത്ത് മന്ത്രി റിയാസിനെ കടകംപള്ളി സുരേന്ദ്രൻ പ്രതിക്കൂട്ടിൽ നിർത്തിയത്. ഇതിനെതിരെ സംസ്ഥാന സമിതിയിൽ വലിയ വിമർശനമുണ്ടായി എന്നും പ്രശ്നം അതീവ ഗൗരവമുള്ളതെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കടകംപള്ളി മുൻ മന്ത്രിയാണ്, MLA ആണ്, ഇപ്പോഴത്തെ CPM-ന്റെ മുതിർന്ന നേതാവ് കൂടിയാണ്. ഇത് മറ്റൊരു തലത്തിലേക്ക് ഈ വിഷയം മാറുന്നു. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, കടകംപള്ളി സുരേന്ദ്രൻ വിമർശനം ഉന്നയിച്ചു റോഡ് വികസനവുമായി ബന്ധപ്പെട്ട്. അത് തലസ്ഥാനത്തെ ജനങ്ങളുടെ വേണമെങ്കിൽ വികാരമെന്ന് പറയാം. കാരണം വർഷങ്ങളായി അവർ ദുരിതം അനുഭവിക്കുകയാണ്. ചില തലസ്ഥാന വികസന പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി, സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ റോഡുകൾ എങ്ങും എത്താത്തതിൽ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ പല ഡിപ്പാർട്ട്മെന്റുകൾ നടത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ കടകംപള്ളിയെ ഒറ്റപ്പെടുത്തിയുള്ള വിമർശനമാണോ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്? എന്താണ് വിവരങ്ങൾ? സംസ്ഥാന സെക്രട്ടറിയുടെ റിപ്പോർട്ട് സംസ്ഥാന സമിതിയിൽ വയ്ക്കുകയായിരുന്നു. കടകംപള്ളിയുടെ ഭാഗത്തുണ്ടായത് ഗുരുതരമായ വീഴ്ച എന്ന വിലയിരുത്തലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനുള്ളത്. കാരണം ഈ വിവാദത്തിന് തിരികൊളുത്തിയത് കടകംപള്ളി സുരേന്ദ്രനാണ്. തിരുവനന്തപുരം നഗരസഭ CPM ഭരിക്കുന്ന നഗരസഭയാണ്. CPM ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന നഗരസഭയാണ്. BJPയിൽ നിന്ന് വലിയ വെല്ലുവിളി ശേഷമാണ് ആ നഗരസഭ CPM നിലനിർത്താൻ ആയത്. ഇപ്പോഴും BJP ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന നഗരസഭ കൂടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരമൊരു നഗരസഭയ്ക്കെതിരെ ഒരു വിമർശനം, അതും ഏറെ വേദിയിലിരുത്തി CPM-ന്റെ മുതിർന്ന നേതാവ് നടത്തുമ്പോൾ അതിനുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ കടകംപള്ളി ഓർക്കണമായിരുന്നു. അങ്ങനെയല്ല അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അദ്ദേഹത്തെ പോലെ മുതിർന്ന നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത വിമർശനമാണ്, നീക്കമാണ് ഉണ്ടായത്. അതാണ് CPM നേതൃത്വത്തിന്റെ എതിർപ്പിന് കാരണം. അതിനുശേഷം കടകംപള്ളിക്ക് പരോക്ഷ മറുപടിയുമായി മുഹമ്മദ് റിയാസ് കൂടി എത്തിയതോടെ, പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ മുഹമ്മദ് റിയാസ് കൂടി എത്തിയതോടുകൂടി നിയമസഭയിലടക്കം പ്രതിപക്ഷത്തിന് വലിയൊരു ചർച്ചാ വിഷയമായി അത് മാറി. പിന്നീട് കടകംപള്ളി സുരേന്ദ്രനും റിയാസും ഒക്കെ നിഷേധിച്ചെങ്കിലും ഇരുവരുമൊപ്പമുള്ള ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെങ്കിലും അതുകൊണ്ടൊന്നും വിവാദം അവസാനിച്ചില്ല. അത് അക്കാരണത്താലാണ് കടകംപള്ളിയുടേത് ശരിയായ നടപടിയല്ല. അദ്ദേഹം നടപടി വേണമെന്ന ആവശ്യം പോലും CPM-ന്റെ ഉന്നത നേതൃത്വത്തിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ നടപടിയും ഉണ്ടായേക്കും. കടകംപള്ളി ഇത് തിരുത്തണം എന്നൊരു നിലപാട് തന്നെയാണ് CPM-നുള്ളത്. ശക്തമായ കടകംപള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? കാരണം കോർപ്പറേഷനെ വിമർശിക്കും. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷൻ LDF-ന്റെ കോർപ്പറേഷനാണ്. അപ്പം പൊതുമരാമത്ത് മന്ത്രിക്കെതിരെയും പരോക്ഷമായ തരത്തിലുള്ള ആക്ഷേപം ചെല്ലുന്നുണ്ട് ഈ വിഷയത്തിൽ. ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പൊക്കെ റോഡ് പണി പൂർത്തിയാക്കും എന്നുള്ള ഉറപ്പും റിയാസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം CPM-ലെ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള റിയാസിന്റെ സ്വാധീനം, ഒപ്പം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ഭരണ വിഷയങ്ങൾ അറിയാം. അവിടെയാണ് കടകംപള്ളിയെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് വിമർശനം ഉന്നയിക്കുന്നത്. അത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. തിരുത്താൻ തയ്യാറാകുമോ കടകംപള്ളി എന്നുള്ളതും പ്രധാനമാണ്.
CPM ഒരു നടപടിയിലേക്ക് പോയതായി ഇതുവരെ നമുക്ക് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയത്തോട് പ്രതികരിക്കുക, അദ്ദേഹത്തെ ഫോൺ ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഭാഗത്തൊരു വിശദീകരണം ഈ വിഷയത്തിൽ പുറത്തുണ്ടാകാൻ ഇടയില്ല. അദ്ദേഹം മുതിർന്ന നേതാവ് കൂടിയാണ്. പക്ഷേ നഗരത്തിൽ ഇത്ര വിഷയമുണ്ടെന്ന വസ്തുതയാണ്. നഗരസഭയ്ക്കെതിരെ വലിയ വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. നഗരസഭാ ഭരണം വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലെന്ന അഭിപ്രായം പൊതുവിലുണ്ട്. ആ സാഹചര്യത്തിലാണ് കടകംപള്ളിയുടെ വിമർശനം എതിരാളികൾക്ക് വലിയൊരു ആയുധമായി മാറി എന്ന വിലയിരുത്തലാണ് CPM-ന് ഉള്ളത്. അതൊരുപക്ഷെ ഇപ്പോൾ ആ രീതിയിൽ ഒരു പ്രചരണം അതിനെതിരെ വന്നിട്ടില്ലെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ കടുത്ത വിമർശനം CPM-നെതിരെ ഉണ്ടാക്കാൻ ഇത് ഇടയാക്കും, ഒരു എതിർവികാരം ഉണ്ടാക്കാൻ ഇടയാക്കുമെന്ന വിലയിരുത്തൽ CPM. അതുകൊണ്ടാണ് തുടരുക. ഇപ്പോൾ S. സുരേഷ് BJP നേതാവ് ടെലിഫോൺ ലൈനുണ്ട്. സുരേഷ്, കടകംപള്ളി സുരേന്ദ്രനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം, റിപ്പോർട്ട് സംസ്ഥാന സമിതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. കോർപ്പറേഷനെയും പൊതുമരാമത്ത് വകുപ്പിനെയും ഒക്കെ നാണം കെടുത്തി എന്നാണ് മുതിർന്ന നേതാവിന്റെ ഭാഗത്ത് നിന്ന്. അങ്ങനെ ഉണ്ടാവരുത് എന്നാണ്. എങ്ങനെ കാണണം കടകംപള്ളിക്കെതിരെയുള്ള പാർട്ടി വിമർശനത്തെ? തമ്പ്രാനെയും കൊച്ചു തമ്പ്രാനെയും വിമർശിക്കാൻ ആർക്കും അധികാരമില്ല എന്ന CPM-ന്റെ പുതിയ മാടമ്പിത്തരത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ കടകംപള്ളിക്കെതിരായിട്ട് വന്നിരിക്കുന്ന നിലപാടെന്ന് ആദ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്, ഇവിടെ കേരളത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ ഈ കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന, കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും എപ്പോഴും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ദൈനംദിനം നിരവധി പ്രാവശ്യം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഇതിന് കാരണമെന്ന് പറയുന്നത് അങ്ങേയറ്റം പിടിപ്പുകെട്ട ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പ്രവർത്തികളും കേവലം പബ്ലിസിറ്റിക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഹൈവേയിലും പാലത്തിലും ഒക്കെ കയറി നിന്ന് അതൊക്കെ തന്റേതാണ് എന്ന എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പണിയെടുക്കുന്ന മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മരുമകൻ മന്ത്രിയുടെ പിടിപ്പുകേടാണ് ഈ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡുകൾക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ദുരവസ്ഥ. അതുപോലെ തന്നെ പഞ്ചായത്തുകൾക്ക് ഫണ്ട് കൊടുക്കാതെ വന്ന് സാമ്പത്തികമായിട്ട് ഏറ്റവും മിസ്മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന, അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാർ പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള റോഡിന്റെ വിഹിതം കൊടുക്കാതെ വന്നതിനെ തുടർന്ന്, വെട്ടിക്കുറച്ചതിനെ തുടർന്ന് പഞ്ചായത്തുകളുടെ റോഡുകളും ഇന്ന് ദുരവസ്ഥയിലാണ്. ഈ കേരളത്തിലൂടെ മനുഷ്യന് സ്വസ്ഥമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ റോഡുകൾ വഴി മനുഷ്യന് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നതിന് കാരണം ഈ സർക്കാരിന്റെ പിടിപ്പുകേടാണ്, മുഹമ്മദ് റിയാസിന്റെ പിടിപ്പുകേടാണ്. അതിനി കടകംപള്ളി, ഇതൊക്കെ കടകംപള്ളി തന്നെ പറയണമെന്ന് നിർബന്ധമില്ല. ഈ കേരളത്തിലെ ഓരോരുത്തർക്കും ബോധ്യം വരുന്ന കാര്യമാണ്. അതുകൊണ്ട് എത്ര ശ്രമിച്ചാലും മുഹമ്മദ് റിയാസിന്റെ പിടിപ്പുകേട് മൂടിവെക്കാൻ CPM-ന് സാധിക്കില്ല. ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ മുഹമ്മദ് റിയാസിന്റെ വിഷയം ഉയർത്തിപ്പിടിച്ചെങ്കിൽ ഇന്ന് നാളെ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനത ഇതേ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സർക്കാരിനെതിരായിട്ട് ശക്തമായിട്ടുള്ള മുന്നോട്ട് വരുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് അനുഭവിക്കുന്ന വിഷയം ഇവിടെ ഈ തമ്പ്രാൻ പിണറായി വിജയനും അതോടൊപ്പം തന്നെ കൊച്ചു തമ്പ്രാനായിട്ടുള്ള മുഹമ്മദ് റിയാസിനുമെതിരെ ഈ പാർട്ടിയിൽ യെച്ചൂരിക്ക് പോലും പ്രതികരിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ കാണിച്ചത് അതിസാഹസമായി പോയി. കടകംപള്ളി സുരേന്ദ്രന് സ്വാഭാവികമായിട്ട് ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ പോലും സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് പോലും യോഗ്യനാണ്. കാരണം തമ്പ്രാൻ പിണറായി വിജയനെയും കൊച്ചു തമ്പ്രാൻ മുഹമ്മദ് റിയാസിനെയും വിമർശിക്കാൻ ആരെങ്കിലും ഒന്ന് പ്രതികരിക്കണ്ടേ ശ്രീ സുരേഷ്? കാരണം നമുക്കറിയാം തലസ്ഥാനത്തെ നഗരത്തിലെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന ഈ ദുരിതയാത്ര, ഗതാഗത തടസ്സം, ഈ ആശുപത്രികളിലേക്ക് പോകേണ്ട റോഡുകൾ, സ്കൂളുകളിലേക്ക് പോകേണ്ട റോഡുകളൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. പണിയെങ്ങും എത്തുന്നില്ല. കടകംപള്ളി അഭിനന്ദിക്കുകയോട് വേണ്ടേ ആ പ്രതികരണത്തിൽ? അല്ല, കടകംപള്ളിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹം രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ കാണിച്ച ആ ഒരു നിഷ്കളങ്കതയുടെ ഭാഗമായിട്ടാണോ ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. ഈ നിഷ്കളങ്കതയുടെ ഭാഗമായിട്ടാണ് പറഞ്ഞതെങ്കിലും, ഇനി അദ്ദേഹത്തിന് സഹികെട്ടാണ് പറഞ്ഞതെങ്കിലും, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണ്. അത് ഇന്ന് കേരളത്തിലെ ജനതയ്ക്കൊക്കെ ദൈനംദിനം തന്നെ നിരവധി പ്രാവശ്യം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ നട്ടല്ലൊടിയുന്ന സമയത്തും തലയിടിക്കുന്ന സമയത്തും അതോടൊപ്പം തന്നെ കാൽനടയായിട്ട് പോലും റോഡുകളിലൂടെ നടക്കാൻ പറ്റാത്ത ദുസ്ഥിതി നേടുന്ന സമയത്തുമൊക്കെ ഓരോരുത്തർക്ക് അനുഭവിക്കുന്ന കാര്യമാണ്. ആ അനുഭവിക്കുന്ന കാരണം നിഷ്കളങ്കത കൊണ്ടോ മനഃപൂർവ്വമായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാതായത് കൊണ്ടോ എന്ത് കാരണം കൊണ്ടാണെങ്കിലും കടകംപള്ളി പറഞ്ഞത് അത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ കടകംപള്ളി അതിര് കടന്നിരിക്കുന്നു.
ഈ തമ്പ്രാനും കൊച്ചു തമ്പ്രാനുമെതിരെ CPM-ൽ യെച്ചൂരിക്ക് പോലും പ്രതികരിക്കാനുള്ള ശേഷിയില്ലാതിരിക്കുന്ന സമയത്ത് കടകംപള്ളി ഇത്രയും വലിയ സാഹസം പാർട്ടിക്കകത്ത് കാണിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കടകംപള്ളി പുറത്തായി പോയാൽ പോലും അതിജീവിക്കാനില്ല. ശരി, അരുണ്, നമുക്കറിയാം തലസ്ഥാനത്തെ CPM-ലെ ശാക്തിക ചേരികൾ ഉണ്ടായ മാറ്റങ്ങൾ നമുക്കറിയാം. കടകംപള്ളി അതിശക്തനായിരുന്നു. കഴിഞ്ഞ സർക്കാരിൽ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം MLA ആണ്. അരുണിലേക്ക് വരാം. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനെ പ്രതിക്കൂട്ടിലാക്കി, ഒപ്പം പൊതുമരാമത്ത് വകുപ്പിനെയും പ്രതിക്കൂട്ടിലാക്കി എന്നാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉയരുന്ന വിമർശനം. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതുമായി ബന്ധപ്പെട്ട് കടകംപള്ളിയെ വിമർശിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അത് സംസ്ഥാന സമിതിക്ക് കൈമാറുകയും ചെയ്യുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. അരുണ്, നമുക്കറിയാം തലസ്ഥാനത്തെ CPM-ലെ ശാക്തിക ചേരികളിൽ സമീപകാലത്ത് വന്ന മാറ്റങ്ങൾ നമുക്കറിയാം. ഗ്രൂപ്പ് വ്യത്യാസങ്ങളൊക്കെ അറിയാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ശക്തനായ മന്ത്രിയായിരുന്നു കടകംപള്ളി. അവിടെ നിന്ന് ഇപ്പോൾ MLA ആകുന്നു. പാർട്ടിയുടെ നടപടി നേരിടുമെന്ന് പ്രതീതിയും ഉണ്ടാക്കുന്നു. എങ്ങനെ വിലയിരുത്തണം സമീപകാലത്തെ തലസ്ഥാനത്തെ CPM-നുള്ളിലെ സംഭവ വികാസങ്ങളെ, മാറ്റങ്ങളെ? മന്ത്രിസ്ഥാനം മാറിയ ശേഷം കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരം ജില്ലയിലെ CPM സമവാക്യങ്ങളിൽ രഞ്ജി സൂചിപ്പിച്ചത് അത്ര ശക്തനായ നേതാവെന്ന് പറയാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആനാവൂർ നാഗപ്പൻ മാറി ജോയി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് വരുമ്പോൾ ജോയി കടകംപള്ളിയുമായി ചേർന്ന് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും കടകംപള്ളിക്ക് പാർട്ടിയിൽ ഇപ്പോൾ ആ ഒരു സ്വാധീനം ഉണ്ട് എന്ന് കരുതാനാകില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ എതിർഭാഗത്തുള്ളവർ ഈ വിഷയം വലിയ ശക്തമായ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, ഗൗരവമുള്ള വിഷയമായി തന്നെ കാണുകയാണ്. സ്വാഭാവിക അത്തരം നീക്കങ്ങളും കടകംപള്ളിക്കെതിരെ ഉണ്ട് എന്നതും വസ്തുതയാണ്. കടകംപള്ളി സുരേന്ദ്രൻ പതിറ്റാണ്ടുകളായ തലസ്ഥാനത്തെ CPM-ന്റെ മുഖമായ നേതാക്കളുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മുന്നോട്ട് പോക്ക് ആ രീതിയിൽ അത്ര എളുപ്പമാകില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതിയിലുണ്ടായ വിമർശനങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കും തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഉൾപ്പെടെയുള്ള വാർത്ത നൽകിയത്. പക്ഷേ അതും ഒരു തെറ്റായ പ്രചരണം എന്ന വിലയിരുത്തലാണ് CPM നേതൃത്വം ഇപ്പോൾ നടത്തുന്നത്. കടകംപള്ളിയുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്ത മാത്രമാണത്. അത്തരത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ CPM ആലോചിക്കുന്ന തരത്തിൽ ചില മുതിർന്ന നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പ്രതികരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രന് ഒരുപക്ഷെ ഈ വിഷയത്തിൽ നടപടി ഉണ്ടായാലും അതിശയിക്കാനില്ല. അത്ര ഗൗരവമുള്ള വിഷയമായാണ് CPM നേതൃത്വം ഇതിനെ കാണുന്നത്. അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. സംസ്ഥാന സമിതിയിലും അതുമായി ബന്ധപ്പെട്ട രൂക്ഷ വിമർശനം കടകംപള്ളിക്ക് ഉയർന്ന സാഹചര്യം അത് തന്നെയാണ്. ജില്ലയിലെ നേതാക്കളുടെ വിഭാഗം കടകംപള്ളിക്കെതിരെ ഈ വിഷയത്തിൽ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം സംസ്ഥാന നേതൃത്വത്തിന് മുൻപാകെ വച്ചിട്ടുണ്ടെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സുരേഷ് BJP റാവു വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ഏതായാലും കടകംപള്ളി സുരേന്ദ്രന് എതിരെ പാർട്ടി നടപടി ഉണ്ടാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ട് കടകംപള്ളിക്ക് എതിരാണ് താനും. മറ്റൊരു വിഷയം നമുക്ക് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ന്യൂസ് ട്രെൻഡ്സിൽ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് കവാടത്തിൽ UDF കൗൺസിലർമാരുടെ പ്രതിഷേധ ധർണ ഇന്ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് മെയിന്റനൻസ് ഗ്രാന്റ് കുടിശ്ശിക നൽകണമെന്ന ആവശ്യം. ഓൾ കേരള ട്രെയിലേഴ്സ് അസോസിയേഷൻ ഇടുക്കി തൂക്കുപാലം ഏരിയ സമ്മേളനം മുണ്ടുമേരിമയിൽ നടന്നു. സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാർഷിക സ്വാതന്ത്ര്യ പദ്ധതി SHG പ്രവർത്തനങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. തൊഴിലാളികളുടെ റിട്ടയർമെന്റ് ആനുകൂല്യം വെട്ടിക്കുറച്ച് സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. എടരിക്കോട് 110 kV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ എടരിക്കോട് മേഖലയിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. കോട്ടക്കൽ ടൗൺ, ആര്യവൈദ്യശാല, പറപ്പൂർ, എടരിക്കോട്, കാവതിക്കുളം, വേങ്ങര ടെസ്റ്റിൽ എന്നിവിടങ്ങളിലാണ് വൈദ്യുതി മുടങ്ങുക. വിജയപുരം രൂപതയുടെ പ്രഥമ സഹായ മെത്രാനായി ഡോക്ടർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ അഭിഷിക്തനായി. വിമലഗിരി കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കേക്കച്ചേരിൽ മോതിരവും അംശമുടിയും അണിയിച്ചു. വാരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് നെറ്റോയും മുഖ്യ സഹകാർമ്മികരായി. ഹൈഡ്രജൻ ഹാക്കത്തണലിൽ ജേതാക്കളായി മുട്ടത്തറ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകർ. ജേതാക്കളായത് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് വിഭാഗം. ഇന്ത്യയുടെ ഹരിതവും സുസ്ഥിരവുമായ ഊർജ്ജ ഭാവിയിലേക്ക് സഹകരണ വികസനമാണ് ഹാക്കത്തോണിന്റെ ലക്ഷ്യം.
സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന് കീഴിലുള്ള അവളിടം യുവതീ ക്ലബ്ബുകളുടെ കലാജാഥയ്ക്ക് വളാഞ്ചേരിയിൽ സ്വീകരണം. വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണം ന്യൂസ് ട്രെൻഡ്സിൽ മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് UAE-യിലെത്തും. UAE-യിലെ പ്രവാസികൾ മോദിയെ വരവേൽക്കാൻ വേണ്ടി വിവിധ തരത്തിലുള്ള പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. മോദിയുടെ 7ാമത്തെ UAE സന്ദർശനമാണ് ഇത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും എന്നിവരുമായി മോദി ഇന്ന് ചർച്ച നടത്തും. നാളെ മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ ക്ഷേത്രമായ ബാബ് സിന്ധു മന്ദിർ മോദി ഉദ്ഘാടനം ചെയ്യും. ദുബായിൽ നിന്ന് മാധ്യമപ്രവർത്തകൻ ഭാസ്കർ രാജ് അല്പസമയത്തിനകം ചേരും. ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ നമുക്കറിയാം, ഇന്നലെ ഖത്തറിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ, നമ്മുടെ നാവിക ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ച ഒരു ദിവസം കൂടിയാണ്. ആശ്വാസത്തിന്റെ ദിനമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ. നയതന്ത്ര ബന്ധത്തിൽ ഇന്ത്യയുടെ വലിയ വിജയമായി അതിനെ കണക്കാക്കുകയും ചെയ്യുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് നരേന്ദ്രമോദി UAE-യിലേക്ക് എത്തുന്നതും എന്നതും പ്രധാനമാണ്. ഈ മോദിയുടെ പങ്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു. ഒപ്പം അജിത് ഡോവലിനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നയതന്ത്ര ഉദ്യോഗസ്ഥനും ഈ ഉദ്യമത്തിൽ പങ്കാളിയായിരുന്നുവെന്നാണ്. തിരിച്ചു വന്ന നാവികരൊക്കെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുന്നതും നമ്മൾ കണ്ടു, നന്ദി പ്രകാശിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. അങ്ങനെ നിരവധി ദൗത്യങ്ങൾക്ക് ശേഷമാണ് മോദിയുടെ സന്ദർശനം. ഈ 6 നയതന്ത്ര തലത്തിൽ ഒരുപാട് ശ്രമങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നിരവധി കരാറുകൾ ഒപ്പിടുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്ത് പ്രതീക്ഷിക്കണം ഈ സന്ദർശനത്തിൽ? രഞ്ജിത്ത്, UAE ഒപ്പം തന്നെ ഖത്തർ സന്ദർശനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. ഏതായാലും 11:30 കൂടി പ്രധാനമന്ത്രി അല്പസമയത്തിനകം പ്രധാനമന്ത്രി UAE-യിലേക്ക് തിരിക്കും. കാരണം UAE-യിൽ 2:30 കൂടി, അതായത് അബുദാബിയിൽ 2:30 കൂടിയാണ് പ്രധാനമന്ത്രി എത്തുക. ഇന്ന് ഏതായാലും ആദ്യം UAE പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയാണ്. UAE-യുമായി നല്ല ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഈ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാനുള്ള എന്തൊക്കെ നടപടികൾ, ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായും ഉറ്റുനോക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് മറ്റൊരു പരിപാടിയുള്ളത്. അതായത് അഹ്ലൻ മോദി എന്ന പരിപാടി, അതായത് പ്രധാനമന്ത്രിക്ക് സ്വീകരണം ഒരുക്കുന്ന പരിപാടിയാണ് അഹ്ലൻ മോദി. ഈ പരിപാടിയിൽ വൈകിട്ടാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഏതാണ്ട് 65,000-ലധികം ആളുകൾക്ക് ഇതിനോടകം തന്നെ പാസ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ UAE-യിൽ കാലാവസ്ഥ നിലവിൽ പ്രതികൂലമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയടക്കം പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പ്രവേശനം ഒരുപക്ഷെ നിയന്ത്രണം ഉണ്ടായേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്. അതായത് 65,000 പേര് ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ഒരുപക്ഷെ ഇത് ആളുകളെ നിയന്ത്രിക്കും എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ ഏതായാലും പുറത്തു വരുന്നുണ്ട്. GCC-യിലെ തന്നെ ഏറ്റവും വലിയ പ്രവാസി സമ്മേളനമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സംഘാടകരുടെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അബുദാബിയിലെ സയ്യിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. അവിടെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെയാണ് അബുദാബിയിൽ ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഉച്ചവരെ UAE-യിൽ ഉണ്ടാവും പ്രധാനമന്ത്രി. അതിനുശേഷം ഖത്തറിലേക്ക് തിരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഖത്തറുമായി ഇപ്പോൾ അറിയാം, കഴിഞ്ഞ ദിവസമാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 8 നാവിക സേനയിലെ മുൻ ഉദ്യോഗസ്ഥരെ മോചനം സാധ്യമായത്. അവരെല്ലാം തന്നെ നാട്ടിൽ മടങ്ങിയെത്തുകയും ചെയ്തിരുന്നു. വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ കൂടിക്കാഴ്ചയിൽ ഈ നാവികസേന ഉദ്യോഗസ്ഥരെ മോചിതരാക്കിയ നടപടിയിലടക്കം ഖത്തറിന് നന്ദി അറിയിക്കുകയും മോദി ചെയ്തേക്കും. ഏതായാലും സന്ദർശനം ഇന്ന് ആരംഭിക്കുകയാണ്. 2:30 കൂടി പ്രധാനമന്ത്രി അബുദാബിയിലെത്തും. ഈ ഖത്തറിലെ നാവികരുടെ മോചനം അത് നയതന്ത്രത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ലോകത്തിന്റെ പ്രശംസ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി കിട്ടിയ പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനുശേഷം ഖത്തറിലും എത്തുന്നുണ്ട് അദ്ദേഹം. അവിടെയും പ്രാധാന്യമുണ്ട് അല്ലേ സന്ദർശനത്തിന്? തീർച്ചയായും നയതന്ത്ര തലത്തിലെ ഒരു വലിയ വിജയമായാണ് ഇന്ത്യ അതിനെ കാണുന്നത്. പ്രത്യേകിച്ച് വധശിക്ഷ നേരത്തെ റദ്ദാക്കിയിരുന്നെങ്കിൽ പോലും ഇവരുടെ ശിക്ഷയിൽ നിന്ന് ഇവർക്ക് ഇളവ് നൽകിയിരുന്നില്ല. വധശിക്ഷ നേരത്തെ ഒഴിവാക്കിയിരുന്നു ഖത്തർ കോടതി. പക്ഷേ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നില്ല. 8 പേർക്കും ശിക്ഷ, അതായത് തടവടക്കമുള്ള ശിക്ഷകൾ വിധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം പലതരത്തിലുള്ള നയതന്ത്ര ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടന്നിരുന്നു. പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് മോചനം സാധ്യമായത്. ഏതായാലും ഇന്നലെ
രാവിലെയാണ് പുലർച്ചെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. 8 പേരുടെയും മോചനം സാധ്യമായെന്ന്. ഇന്നലെ അതിൽ 7 പേർ തിരിച്ചെത്തുകയും ചെയ്തു. സ്വാഭാവികമായും നയതന്ത്ര തലത്തിലെ വലിയ വിജയമായി തന്നെയാണ് ഇന്ന് ഇന്ത്യ അതിനെ കാണുന്നത്. സ്വാഭാവികമായും ഖത്തർ സന്ദർശനത്തിൽ ഇക്കാര്യം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രഞ്ജിത്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മോദിയുടെ UAE ഖത്തർ സന്ദർശനം അല്പസമയത്തിനകം അദ്ദേഹം 11:30 മണിക്ക് ശേഷമാണ് ഇവിടെ നിന്ന് UAE പുറപ്പെടുക. അവിടെ വലിയ സമ്മേളനങ്ങളടക്കം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ രാകേഷ് പറഞ്ഞതുപോലെ പ്രതികൂല കാലാവസ്ഥ ഒരു പക്ഷേ ഈ ആളുകളെ കുറച്ചേക്കാം. അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ രാകേഷ് നൽകുന്നുണ്ട്. രാകേഷ്, ശരി, രാകേഷ് വിശദാംശങ്ങൾ നൽകി കഴിഞ്ഞ് നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകാം. ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് നിന്ന് ആരംഭിച്ച ജാഥ ജില്ലയിലെ 16 കേന്ദ്രങ്ങളിലും പര്യടനം നടത്തും. 36ാമത് PFI അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റ് തുടങ്ങി. പൂക്കാട്ടിരി ഫുട്ബോൾ അസോസിയേഷനാണ് സംഘാടകർ. പ്രദേശത്തെ ക്ലബ്ബുകളെല്ലാം ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഇന്ന്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോടാണ് സംസ്ഥാന സമ്മേളനം. ഇന്ന് രാവിലെ 8 മുതൽ രാത്രി 8 വരെ കടയടപ്പ് സമരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത്. ഒരു വിഭാഗം വ്യാപാരികൾ സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ട്രെൻഡ്സ് തുടരുകയാണ്. കോട്ടയത്ത് 100% വിജയപ്രതീക്ഷ എന്ന തോമസ് ചാഴിക്കാടൻ ന്യൂസ് 18നോട് കേരളത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായി തന്നെ പ്രഖ്യാപിച്ചതിൽ സന്തോഷമുണ്ട്. കേരള കോൺഗ്രസ് എവിടെ നിൽക്കുന്നു അവിടെ വിജയമുണ്ടാകുമെന്നും വർഷങ്ങളായി ജനങ്ങൾക്കൊപ്പം നിന്നതിനാൽ തന്നെ ജനം കൈവിടില്ല എന്നും തോമസ് ചാഴിക്കാടൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോട്ടയത്ത് ഇടത് സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടൻ എത്തിയിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ് പ്രത്യേകത. ഇടത് സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. അത് എത്രത്തോളം ഒരു ആത്മവിശ്വാസം പകരുന്നുണ്ട്? കേരള കോൺഗ്രസ് പാർട്ടി ഏത് മുന്നണിയിലാണോ ആ മുന്നണിക്കാണ് എല്ലാ കാലവും വിജയമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോട്ടയത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസ് എമ്മിന് വലിയ വിജയമുണ്ടാകും. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ചരിത്രമാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ളത്. ആ ജനങ്ങൾ എന്നെ അംഗീകരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. പുറത്തും കേരള കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും കോടതിയുടെയും അംഗീകാരമുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് എമ്മാണ്. ആ തെരഞ്ഞെടുപ്പിൽ അംഗീകാരമുള്ള രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഞങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യമുണ്ട് എന്നതിന് സംശയമില്ല. കോട്ടയത്തെ കോട്ട കാക്കാൻ തോമസ് ചാഴിക്കാടനായിരുന്നു കഴിഞ്ഞ വർഷത്തെ പാട്ട്, UDFന്റെ പാട്ട്. അങ്ങനെ ഒരു UDF കോട്ടയാണ് കോട്ടയം എന്നാണ് കഴിഞ്ഞ തവണ വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോൾ UDFന്റെ ഭാഗമായി മത്സരിച്ചു, ഞങ്ങളെ പുറത്താക്കിയപ്പോൾ ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിൽ ഭാഗമായി. ആ മുന്നണിയിൽ ഞങ്ങൾക്ക് അംഗീകാരം കിട്ടി. ആ അംഗീകാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് മത്സരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾക്ക് ഈ വിജയം കൈവരിക്കാൻ കഴിയും എന്ന ബോധ്യമുണ്ട്. ഫ്രാൻസിസ് ജോർജ് എന്ന സ്ഥാനാർത്ഥി എങ്ങനെയാണ് കാണുന്നത്? സ്ഥാനാർത്ഥി ആരായിരുന്നാലും ആരാണ് സ്ഥാനാർത്ഥി എന്നതല്ല വിഷയം. ജനങ്ങൾ അംഗീകാരം നൽകുന്നുണ്ടോ എന്നതാണ് വിഷയം. ഞാൻ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ചരിത്രമുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ചരിത്രമുണ്ട്. ആ ജനങ്ങൾ എന്നോട് അംഗീകരിക്കും എന്ന ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. ആദ്യം തന്നെ ചോദിക്കട്ടെ, എത്ര ഭൂരിപക്ഷം? കഴിഞ്ഞ തവണ 1 ലക്ഷത്തിൽ മുകളിൽ. ലക്ഷത്തിന്റെ എണ്ണം പറയേണ്ട കാര്യമില്ല. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെയാണ്? പാർട്ടിയും മുന്നണിയും ആലോചിച്ച് പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. ഇത്ര നേരത്തെ പ്രഖ്യാപിക്കാൻ എന്തായിരുന്നു ഒരു തീരുമാനം? ഇത് കേരളത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയാണ്. പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഇത്രത്തോളം ആവേശമുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഏതായാലും അതാണ് തോമസ് ചാഴിക്കാടൻ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. ഇമ്മാനുവൽ തോമസിനൊപ്പം G. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ആദ്യത്തെ കേരളത്തിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ചാഴിക്കാടന് ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ്, മുൻതൂക്കം നൽകുന്നതാണ്. മറുവശത്ത് ജോസഫ് ഗ്രൂപ്പിനാണ് സീറ്റ്. അത് കോൺഗ്രസ് ഉറപ്പിച്ചു കഴിഞ്ഞു. അവിടെ സ്ഥാനാർത്ഥി നിർണയം എന്നത് ഇപ്പോഴും കടമ്പയായി നിൽക്കുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. പ്രവർത്തനങ്ങൾ ആരംഭിച്ചോ ചാഴിക്കാടൻ? ഇത് മറ്റ് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ എന്തായിരിക്കും?
ശ്രീജിത്ത്, തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ സ്ഥാനാർത്ഥിയായാണ് ചാഴിക്കാടൻ വരുന്നത് എന്നുള്ളതാണ് LDFിൻ്റെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ കേരള കോൺഗ്രസ് LDFിൻ്റെ ഭാഗമാണ്, നമുക്കറിയാം. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് മത്സരിച്ച് 1 ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ നേടി വിജയിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് തോമസ് ചാഴിക്കാടൻ. ഇപ്പോൾ LDFിനൊപ്പമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ശ്രീജിത്ത്, ചാഴിക്കാടൻ പ്രവർത്തനം ആരംഭിച്ചോ? ഈ മുൻതൂക്കം അത് കോട്ടയത്ത് എങ്ങനെ പ്രതിഫലിക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥി എന്ന രീതിയിൽ? രഞ്ജിത്ത്, പ്രാഥമിക ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ച് നേതാക്കളെയൊക്കെ കാണുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുള്ളൂ. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പരസ്യ ഉദ്ഘാടനം എന്നുള്ള നിലയിലാണ് ഇന്നലെ അവിടെ എടുത്ത് തുടങ്ങിയിരിക്കുന്നത്. അത്തരത്തിൽ മണ്ഡലത്തിൽ ചെയ്യേണ്ട അത്തരം നടപടികളിലേക്കാണ് കടക്കുന്നത്. കീ വോട്ടർമാരെ കാണുക എന്നുള്ളത്. എന്തായാലും അല്പസമയം കൂടി കഴിഞ്ഞാൽ അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇവിടെ MG സർവകലാശാലയിലുണ്ട്. അദ്ദേഹത്തെ കണ്ട് അഭിവാദ്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും തീർച്ചയായും ആദ്യത്തെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ പ്രാധാന്യമുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പിന് ഇനിയും സമയം കിടക്കുന്നു എന്നൊരു പ്രശ്നം അവിടെ നിലനിൽക്കുകയാണ്. ഇനി വരാനുള്ളത് വൈകാതെ തന്നെ 15-ാം തീയതി ഏതാണ്ട് UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളിയും ആകും എന്നുള്ളതാണ് സൂചന. എന്തായാലും കടുത്ത പോരാട്ടത്തിലേക്ക് കോട്ടയം കടക്കുമെന്ന സൂചനകളാണ് ആദ്യഘട്ടത്തിൽ തന്നെ വരുന്നത്. പ്രത്യേകിച്ച് 2 കേരള കോൺഗ്രസുകൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സവിശേഷത. എന്തായാലും തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അതിന്റെ ആനുകൂല്യം മുതലാക്കി മറ്റ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് കേരള കോൺഗ്രസ് നടത്തുന്നത്. ശരി, നമുക്കിനിയും വയനാട്ടിലേക്കൊന്ന് പോകണം. നമുക്കറിയാം 3-ാം ദിവസമാണ് അവിടെ ആനയെ പിടികൂടാനുള്ള ഓപ്പറേഷൻ ദൗത്യം. ഇന്ന് 3-ാം ദിവസമാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഏതാണ്ട് 100 മീറ്റർ അടുത്ത് വരെ ദൗത്യ സംഘം എത്തി എന്നുള്ളതാണ്. ഏത് നിമിഷവും ആനയെ മയക്കുവെടി വെച്ചേക്കാം എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ആളുകൾ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നതാണ് ഇപ്പോൾ ഒരു വിഘാതമായി സംഭവിച്ചിരിക്കുന്നത്. ഏത് നിമിഷവും അത് സംഭവിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 3-ാമത്തെ ദിവസമാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും ഈ ഓപ്പറേഷൻ പരാജയപ്പെട്ട സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇപ്പോൾ ഇന്ന് തന്നെ ദൗത്യ സംഘം തങ്ങളുടെ കർത്തവ്യം പൂർത്തിയാക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷിലേക്ക് വരാം. അനീഷ് അവിടെ തൊട്ടടുത്ത് തന്നെ ഈ ആനയെ ദൗത്യ സംഘത്തിനൊപ്പം തൊട്ടടുത്ത് തന്നെ അനീഷ് ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അനീഷിലേക്ക് അല്പസമയത്തിനകം തന്നെ വരാമെന്നും കരുതുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് തുടങ്ങിയ ദൗത്യം ഇന്ന് 3-ാം ദിവസമാണ്. വയനാട്ടിൽ ഇന്ന് ഹർത്താൽ സംഘടിപ്പിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. വന്യമൃഗ ശല്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഏത് നിമിഷവും ആനയെ മയക്കുവെടി വെക്കാം. ദൗത്യ സംഘം അടുത്തെത്തി അല്ലേ? പക്ഷേ ആ ഒരു അവസ്ഥ മാറിയിരിക്കുന്നു. വീണ്ടും നിരാശയുടെ വാർത്ത തന്നെയാണ് കാട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഏതാണ്ട് ക്ലോസ് റേഞ്ചിലേക്ക്, വളരെ അടുത്തേക്ക് ഈ മയക്കുവെടി വിദഗ്ധൻ എത്തിയതാണ്. പക്ഷേ അവിടെ നിന്നും ആന ബേലൂർ എന്ന ഭാഗത്തേക്ക് ഈ കഴിഞ്ഞ ദിവസം കണ്ട സ്ഥലത്തിന്റെ അടുത്തേക്ക് തന്നെ മാറിയിരിക്കുന്നു. ഏതാണ്ട് ഈ ചെമ്പകപ്പാറ, ഇരുമ്പുപാലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ ഭയങ്കരയിൽ തന്നെ ഒരു 3-4 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഇപ്പോൾ ഈ ആനയുടെ നീക്കങ്ങൾ. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണ് ഇന്നും സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ദൗത്യം ഏതാണ്ട് അവസാന നിമിഷത്തിലേക്ക് നീങ്ങുന്നതിനിടയിൽ തന്നെ ശരവേഗത്തിൽ മറ്റൊരിടത്തേക്ക് ആന മാറിയിരിക്കുന്നു. നാട്ടുകാർ നിരവധി പേരാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെയുള്ള ഒരു കാത്തിരിപ്പിലാണ് ആനയെ പിടികൂടുമെന്നത്. പക്ഷേ ആ ശ്രമം ഓരോ തവണയും പരാജയപ്പെടുന്നു. എന്താണോ വീണ്ടും പോസിറ്റീവ് വാർത്തകളല്ല വരുന്നത്. ആന അവിടെ നിന്ന് വീണ്ടും കുറച്ച് ദൂരത്തേക്ക് മാറിയെന്നാണ് പറയുന്നത്. ഇത് ആന ദിശ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അതായത് കുങ്കിയാനകളുടെ ചൂരടിക്കുന്ന സമയത്ത് ആന നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഉൾവനത്തിലേക്ക് പിൻവലിയുന്നതായിട്ടാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം പറയുന്നത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഇതൊരു വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് ഈ പ്രദേശത്ത് മാത്രമല്ല, വയനാട് ജില്ലയിൽ ആകമാനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നലെ പുൽപ്പള്ളി ടൗൺ പ്രദേശത്താണ് ഇന്നലെ ഒരു കടുവ ഇറങ്ങിയിട്ട് ഇപ്പോൾ തോട്ടത്തിലും ആ കടുവ നിലയുറപ്പിച്ചെന്ന് പറയുന്നത്. അവിടെ നിന്ന് പോകുന്നില്ല, ജനവാസ കേന്ദ്രമാണ്. അതുപോലെ വയനാട് ജില്ലയുടെ അതിർത്തിയോടെ നടക്കുന്ന കൊട്ടിയൂരിന്നൊരു കടുവയ്ക്ക് വേണ്ടി വെച്ച കെണിയിൽ കടുവ വെട്ടിരിക്കുകയാണ്. അപ്പോൾ വയനാട് ജില്ലയിൽ വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടി സാധാരണക്കാർക്ക് ജീവിക്കാൻ സാധിക്കാത്ത കർഷകർക്ക് ജീവിക്കാൻ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിന് വനം വകുപ്പും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റും കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചാൽ മാത്രമാണ് ഇവിടെ സ്വയം സാധ്യമാവുക എന്നുള്ളതാണ്.
ഇതാണ് പറയുന്നത് എല്ലാവരും, ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ പറയുന്നത്. കാരണം ഈ മേഖലയിൽ തന്നെ അജീഷിന്റെ മരണമുണ്ടായ അന്ന് മുതൽ ജനജീവിതം ഏതാണ്ട് സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. ആ സ്കൂളുകൾ അടഞ്ഞുകിടക്കുന്നു. ആളുകൾക്ക് കാട്ടിൽ വിറക് ശേഖരിക്കാനോ അല്ലെങ്കിൽ മറ്റ് കന്നുകാലി വളർത്തൽ ഉപജീവനമാക്കിയവർക്ക് പുല്ല് ശേഖരിക്കാനോ പോകാൻ കഴിയുന്നില്ല. വീടിനുള്ളിൽ രാത്രി ഈ കൊലയാളി ആനയുടെ സാന്നിധ്യം ഈ സമീപ പ്രദേശങ്ങളിലെ മണ്ണിന്റെ അടക്കമുള്ള മേഖലകളിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ മേഖലയിലെ ആദിവാസികൾക്കടക്കം വീടുകളിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം. ബലമേറിയ ചുവരുകളുള്ള വീടുകൾ ഇല്ലാത്ത നിരവധി ആൾക്കാരാണ് ഈ കോളനികളിലുള്ളത്. അങ്ങനെയെങ്കിൽ വീട്ടിലെത്തി അല്ലെങ്കിൽ വീട് തകർത്ത് തങ്ങൾക്ക് ഈ ആന ഒരു ഭീഷണിയായി മാറുമോ എന്ന ഒരു ആശങ്ക. അക്ഷരാർത്ഥത്തിൽ ജനജീവിതം ഇവിടെ സ്തംഭിച്ചു നിൽക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ തന്നെ ഈ ദൗത്യം ആരംഭിക്കും. പക്ഷേ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഈ ഡാർട്ടിംഗ് ടീം, വെടിവെക്കുന്ന സംഘം പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. ഉദ്യോഗസ്ഥരും മടങ്ങും. എന്നാൽ ഇന്ന് ഇത്തരത്തിൽ ഈ ദൗത്യം പൂർത്തിയാക്കി പോകുമ്പോൾ, അതായത് ആനയെ പിടികൂടാതെ പോകാൻ ഒരുങ്ങിയാൽ അവരെ അനുവദിക്കില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. വലിയ തോതിൽ ഉച്ചതിരിഞ്ഞ് ഇവിടേക്ക് ആളുകൾ സംഘടിപ്പിക്കുമെന്ന് നേരത്തെ പഞ്ചായത്ത് അംഗം അടക്കം പറയുകയും ചെയ്തിരുന്നു. എന്തായാലും അത്തരത്തിൽ ഒരു വശത്ത് ഈ ആന ഉയർത്തുന്ന ശല്യം, മറുവശത്ത് ഈ ആളുകളുടെ രോഷം എല്ലാ സീമകളും ലംഘിച്ച് ഒരുപക്ഷെ അണ പൊട്ടി ഒഴുകാൻ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ എന്തുകൊണ്ടും വീണ്ടും ഒരു സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്കാണ് ഇവിടം നീങ്ങുന്നത്. ആനയെ പിടിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാവും വരും മണിക്കൂറുകളിൽ ഉണ്ടാവാൻ സാധ്യത. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും ഇപ്പോൾ ജനങ്ങൾ പുറത്തിറങ്ങുന്ന നിർദ്ദേശമുണ്ട്. ആനയുടെ ക്ലോസ് റേഞ്ചിൽ ഏതാണ്ട് 100 മീറ്റർ അടുത്ത് വരെ ദൗത്യ സംഘം എത്തി. അതിനുശേഷം വീണ്ടും അത് ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആന വീണ്ടും കാട്ടിലേക്ക് മടങ്ങി, കാട്ടിലേക്ക് മാറി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും അനീഷ് അവിടെയുണ്ട്. ഓരോ നിമിഷവും ദൗത്യ സംഘം തങ്ങളുടെ ദൗത്യത്തിനായി വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആന പിടിതരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഘട്ടത്തിൽ നൽകാനുള്ളത്. അനീഷ, ഇന്നൊരു ഹർത്താൽ അവിടെ പുരോഗമിക്കുന്നുണ്ട്. ജനങ്ങൾ പൂർണ്ണമായും സ്വാഭാവികമായും സഹകരിക്കും. കാരണം അവർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ഭാഗമായുള്ള ഹർത്താലാണ്. എന്താണ് അതിന്റെ വിവരങ്ങൾ? തീർച്ചയായും ഈ അജിയുടെ മരണമുണ്ടായ അന്ന് തന്നെ ജനക്കൂട്ടം വലിയ തോതിൽ ഈ പ്രതിഷേധിച്ച് മാനന്തവാടി പട്ടണത്തിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. നഷ്ടപരിഹാരം അജിയുടെ കൈമാറുകയും ചെയ്തു. ബാക്കി 40 ലക്ഷം രൂപയോട് നൽകുന്ന കാര്യം മന്ത്രിസഭ ചേർന്ന് പരിഗണിക്കും എന്ന് അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിനപ്പുറം വന്യജീവി ശല്യത്തിൽ നിന്നും ശാശ്വതമായ മോചനം വേണമെന്ന ആവശ്യമാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഈ കാട്ടാനയുടെ അല്ലെങ്കിൽ വന്യമൃഗ ശല്യം മൂലമുള്ള ഒടുവിലത്തെ മരണമാവണം അജീഷിൻ്റേത് എന്ന രീതിയിൽ തന്നെയാണ് ആളുകൾ പറയുന്നത്. ഏറ്റവും പ്രതിഷേധം ഉയർത്തുന്നത് ഈ മരണമുണ്ടായി 4-ാം ദിവസത്തിലേക്ക് അല്ലെങ്കിൽ കടന്നിട്ടും 3 ദിവസം ദൗത്യം പൂർത്തിയാക്കിയിട്ടും ആനയെ പിടിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് ആളുകൾക്ക് വലിയ രോഷം ഉയർത്തുന്നത്. കാരണം ഈ ആന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയാൽ അത് ഏത് തരത്തിലുള്ള പ്രതികരണമാവും ആനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ കഴിയില്ല എന്ന് പറയുന്നു. ഈ കാരണം കൂടിയാണ് ഹർത്താലിലേക്ക് നയിച്ചത്. എന്തായാലും എല്ലാ തരത്തിലുമുള്ള ആളുകൾ ഹർത്താലിനോട് പൂർണ്ണമായി സഹകരിക്കുന്ന കാഴ്ച. കടകമ്പോളങ്ങൾ പൂർണ്ണമായും ജില്ലയിൽ അടഞ്ഞു കിടക്കുന്നു. വാഹനങ്ങൾ കാര്യമായി സർവീസ് നടത്തുന്നുമില്ല. ഒരു സ്വന്തം പ്രശ്നം അല്ലെങ്കിൽ മറ്റാരുടെയും ആഹ്വാനമില്ലാതെ തന്നെ സ്വയം പ്രതിഷേധിക്കണം എന്ന് ജനങ്ങളെ തോന്നിപ്പിക്കുന്ന ഒരു വിഷയമാണിത്. എന്തായാലും കർഷക രോഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഉന്നതതല യോഗം അടുത്ത ദിവസം തിരുവനന്തപുരത്ത് ചേരും. വയനാട്ടിലെ ജനപ്രതിനിധികളോട് തിരുവനന്തപുരത്തേക്ക് എത്തണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. നേരത്തെ മുഖ്യമന്ത്രിയുടെ ഒരു അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുകയും ഈ അന്തർ സംസ്ഥാന ഏകോപനം കൃത്യമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അതിനൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആന കർണാടക അതിർത്തിയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയപ്പോൾ അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് എത്തിയപ്പോൾ എന്തുകൊണ്ട് സിഗ്നലുകൾ ലഭിച്ചില്ല, അല്ലെങ്കിൽ സിഗ്നലുകൾ ലഭിച്ചത് എന്തുകൊണ്ട് ഉചിതമായ സമയത്ത് കേരളത്തെ അറിയിച്ചില്ല, കേരളത്തിന് ഈ വിവരങ്ങൾ അറിഞ്ഞ ശേഷം എന്തുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായ ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകിയില്ല എന്നീ ചോദ്യങ്ങളൊക്കെയാണ് ഉയരുന്നത്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം തന്നെയാണ് ഇന്നത്തെ ഹർത്താലിലൂടെ, ഇന്നത്തെ പ്രതിഷേധത്തിലൂടെ കർഷകരും ഈ നാട്ടുകാരും സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കുന്നത്. ശരി, MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും ആനയെ ഇതിന്റെ ക്ലോസ് റേഞ്ചിലേക്ക് ആന എത്തി. പക്ഷേ അതിനുശേഷം വീണ്ടും ആന കാട് കയറി എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. MS സനീഷ് കുമാർ അവിടെയുണ്ട്. നമുക്ക് അടുത്ത ബുള്ളറ്റിനിലും ഇതിന്റെ വിശദാംശങ്ങൾ നൽകാമെന്ന് കരുതുന്നു. ന്യൂസ് ട്രെൻഡ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പാലുകാച്ചി. മരാർജി ഭവന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പിന്നീട്. കെ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുത്തു.
തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് കവാടത്തിൽ UDF കൌൺസിലർമാരുടെ പ്രതിഷേധ ധർണ ഇന്ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് മെയിന്റനൻസ് ഗ്രാന്റ് കുടിശ്ശിക നൽകണമെന്ന ആവശ്യം. ഓൾ കേരള ട്രെയിലേഴ്സ് അസോസിയേഷൻ ഇടുക്കി തൂക്കുപാലം ഏരിയ സമ്മേളനം മുണ്ടുമേരിമയിൽ നടന്നു. സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാർഷിക സ്വാതന്ത്ര്യ പദ്ധതി SHG പ്രവർത്തനങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. തൊഴിലാളികളുടെ റിട്ടയർമെന്റ് ആനുകൂല്യം വെട്ടിക്കുറച്ച് സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. എടരിക്കോട് 110 kV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ എടരിക്കോട് മേഖലയിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. കോട്ടക്കൽ ടൗൺ, ആര്യവൈദ്യശാല, പറപ്പൂർ, എടരിക്കോട്, കാവതിക്കുളം, വേങ്ങര ടെസ്റ്റിൽ എന്നിവിടങ്ങളിലാണ് വൈദ്യുതി മുടങ്ങുക. വിജയപുരം രൂപതയുടെ പ്രഥമ സഹായ മെത്രാനായി ഡോക്ടർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ അഭിഷിക്തനായി. വിമലഗിരി കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കേക്കച്ചേരിൽ മോതിരവും അംശമുടിയും അണിയിച്ചു. വാരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് നെറ്റോയും മുഖ്യ സഹകാർമ്മികരായി. ഹൈഡ്രജൻ ഹാക്കത്തണലിൽ ജേതാക്കളായി മുട്ടത്തറ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകർ. ജേതാക്കളായത് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് വിഭാഗം. ഇന്ത്യയുടെ ഹരിതവും സുസ്ഥിരവുമായ ഊർജ്ജ ഭാവിയിലേക്ക് സഹകരണ വികസനമാണ് ഹാക്കത്തോണിന്റെ ലക്ഷ്യം. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന് കീഴിലുള്ള അവളിടം യുവതീ ക്ലബ്ബുകളുടെ കലാജാഥയ്ക്ക് വളാഞ്ചേരിയിൽ സ്വീകരണം. വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് നിന്ന് ആരംഭിച്ച ജാഥ ജില്ലയിലെ 16 കേന്ദ്രങ്ങളിലും പര്യടനം നടത്തും. 36ാമത് PFI അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റ് തുടങ്ങി. പൂക്കാട്ടിരി ഫുട്ബോൾ അസോസിയേഷനാണ് സംഘാടകർ. പ്രദേശത്തെ ക്ലബ്ബുകളെല്ലാം ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഇന്ന്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോടാണ് സംസ്ഥാന സമ്മേളനം. ഇന്ന് രാവിലെ 8 മുതൽ രാത്രി 8 വരെ കടയടപ്പ് സമരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത്. ഒരു വിഭാഗം വ്യാപാരികൾ സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ബിജെപിയുടെ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പാലുകാച്ചി. മനാർജി ഭവന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പിന്നീട്. കെ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് കവാടത്തിൽ UDF കൌൺസിലർമാരുടെ പ്രതിഷേധ ധർണ ഇന്ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് മെയിന്റനൻസ് ഗ്രാന്റ് കുടിശ്ശിക നൽകണമെന്ന ആവശ്യം. ഓൾ കേരള ട്രെയിലേഴ്സ് അസോസിയേഷൻ ഇടുക്കി തൂക്കുപാലം ഏരിയ സമ്മേളനം മുണ്ടുമേരിമയിൽ നടന്നു. സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാർഷിക സ്വാതന്ത്ര്യ പദ്ധതി SHG പ്രവർത്തനങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. തൊഴിലാളികളുടെ റിട്ടയർമെന്റ് ആനുകൂല്യം വെട്ടിക്കുറച്ച് സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. എടരിക്കോട് 110 kV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ എടരിക്കോട് മേഖലയിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. കോട്ടക്കൽ ടൗൺ, ആര്യവൈദ്യശാല, പറപ്പൂർ, എടരിക്കോട്, കാവതിക്കുളം, വേങ്ങര ടെസ്റ്റിൽ എന്നിവിടങ്ങളിലാണ് വൈദ്യുതി മുടങ്ങുക. വിജയപുരം രൂപതയുടെ പ്രഥമ സഹായ മെത്രാനായി ഡോക്ടർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ അഭിഷിക്തനായി. വിമലഗിരി കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കേക്കച്ചേരിൽ മോതിരവും അംശമുടിയും അണിയിച്ചു. വാരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് നെറ്റോയും മുഖ്യ സഹകാർമ്മികരായി. ഹൈഡ്രജൻ ഹാക്കത്തണലിൽ ജേതാക്കളായി മുട്ടത്തറ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകർ. ജേതാക്കളായത് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് വിഭാഗം. ഇന്ത്യയുടെ ഹരിതവും സുസ്ഥിരവുമായ ഊർജ്ജ ഭാവിയിലേക്ക് സഹകരണ വികസനമാണ് ഹാക്കത്തോണിന്റെ ലക്ഷ്യം. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന് കീഴിലുള്ള അവളിടം യുവതീ ക്ലബ്ബുകളുടെ കലാജാഥയ്ക്ക് വളാഞ്ചേരിയിൽ സ്വീകരണം. വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് നിന്ന് ആരംഭിച്ച ജാഥ ജില്ലയിലെ 16 കേന്ദ്രങ്ങളിലും പര്യടനം നടത്തും.
36ാമത് PFI അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റ് തുടങ്ങി. പൂക്കാട്ടിരി ഫുട്ബോൾ അസോസിയേഷനാണ് സംഘാടകർ. പ്രദേശത്തെ ക്ലബ്ബുകളെല്ലാം ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നമസ്കാരം. സകലമാന വാർത്തകളുമായി സകലമാന കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ ബേലൂർ മഗ്ന നീളുന്നു. ആന ബേലൂർ ഭാഗത്തേക്ക് നീങ്ങി. ആനയെ മയക്കുവെടി വെച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ തിരികെ പോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. കാട്ടാന ശല്യത്തിൽ നടപടി തേടി വയനാട്ടിൽ ഹർത്താൽ തുടരുന്നു. കണ്ണൂർ കൊട്ടിയൂരിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ കടുവയെ മയക്കുവെടി വെച്ചു. കടുവയെ കൂട്ടിലാക്കാൻ ശ്രമം തുടരുന്നു. കൃഷിയിടത്തിലെ കമ്പിവേലിയിൽ കടുവ കുടുങ്ങിയത് പുലർച്ചെ. ചിന്നക്കനാലിലും അച്ചൻകോവിലും കാട്ടാനപ്പേടി. പകൽ സമയത്തും ആനകളുടെ വിഹാരം. കൃഷിയിടത്തിലും നാശം. മതിയായ നഷ്ടപരിഹാരമില്ലെന്ന് കർഷകർ. കാസർഗോഡ് കുബന്നൂർ മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം. തീ കെടുത്തിയത് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ. കാസർഗോട്ടെ എൻഡോസൾഫാൻ ഇരകൾക്ക് ആശ്വാസം. പുനരധിവാസ ഗ്രാമത്തിന്റെ 1ാം ഘട്ടം ഈ മാസം തുറക്കും. 4 ബഡ് സ്കൂളുകൾ MCRC നിലവാരത്തിലേക്ക്. വിശദമായ വാർത്തയിലേക്ക്. വയനാട് പയ്യമ്പിള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൌത്യം 3ാം ദിനത്തിൽ തുടരുകയാണ്. ഇരുമ്പ് പാലത്തിന് സമീപത്ത് നിന്ന് ആന ബേലൂർ ഭാഗത്തേക്ക് മാറി. ആനയെ പിടികൂടിയില്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തിരിച്ചയക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. തിരുനെല്ലി പഞ്ചായത്തിൽ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്ടിൽ വന്യജീവി ശല്യത്തിൽ പരിഹാരം തേടി കർഷക സംഘടനകളുടെ ഹർത്താൽ തുടരുകയാണ്. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഈ ഓപ്പറേഷൻ ബേലൂർ മഗ്ന അത് നീളുകയാണല്ലോ. ഇപ്പോൾ എന്താണ് വനംവകുപ്പ് പറയുന്നത്? എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ? കഴിഞ്ഞ ദിവസം നടന്ന ദൗത്യത്തിന്റെ ഒരു ആവർത്തനം തന്നെയാണ് ഇന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം രാവിലെ ഈ ഇരുമ്പുപാലം ഭാഗത്ത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് തിരുനെല്ലി പഞ്ചായത്തിലെ 8, 9, 10 വാർഡുകളൊക്കെ ഉൾപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെയായിരുന്നു ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അതാണ് ട്രാക്കറിൽ ലഭിച്ചത്. തുടർന്ന് ഉദ്യോഗസ്ഥ സംഘം ചെമ്പകപ്പാറ ഭാഗത്തു നിന്നും മണ്ണുണ്ടി ഭാഗത്തു നിന്നുമൊക്കെ ഇവിടേക്ക് എത്തുകയും ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് വീണ്ടും ഈ ആനയുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു ശ്രമം ആരംഭിച്ചത്. പക്ഷേ ആന ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഏതാണ്ട് 400 മീറ്റർ അടുത്ത് വരെ ആനയുടെ അടുത്തെത്തി വെടിവെക്കാനുള്ള ഒരു അവസാനവട്ട ക്രമീകരണങ്ങളിലേക്ക് നീങ്ങിയതാണ്. ആ സമയത്താണ് വീണ്ടും അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരത്തേക്ക് ആന മാറിയിരിക്കുന്നത്. നിലവിൽ മണ്ണുണ്ടി, ചെമ്പകപ്പാറ, ഇരുമ്പുപാലം എന്നീ മേഖലകളിൽ തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആന തങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാര്യമായൊരു പുരോഗതി പിന്നീട് ഉണ്ടായില്ല. ശരവേഗത്തിൽ മുൻപ് ഒക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ ആന പെട്ടെന്ന് സ്ഥലത്ത് നിന്നും മാറിയ ഒരു സാഹചര്യമാണുള്ളത്. അങ്ങേയറ്റം ആളുകൾക്ക് നിരാശാജനകമായ ഒരു വാർത്ത തന്നെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം രാവിലെ ആനയെ ഇരുമ്പുപാലം ഭാഗത്ത് സിഗ്നൽ ലഭിച്ചപ്പോൾ സമീപത്തേക്ക് എത്തുകയും അല്പസമയത്തിനുള്ളിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായി വെടിവെപ്പ് നടക്കുമെന്നും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ആ പ്രതീക്ഷകൾ അസ്ഥാനത്തായി മാറിയിരിക്കുന്നു. ആളുകൾ അങ്ങേയറ്റം നിരാശരാണ്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ജോലിക്ക് പോലും പോകാൻ കഴിയാതെ ആളുകൾ നിൽക്കുകയാണ്. കാട്ടിൽ പോയി വിറക് ശേഖരിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ കന്നുകാലികളെ മേയ്ക്കുന്നവർ അവർക്കുള്ള പുല്ല് ശേഖരിക്കുന്നതിനോ പോലും നടക്കുന്നില്ല. സ്കൂളുകൾ ഏതാനും ദിവസങ്ങളായി തന്നെ അടഞ്ഞെടുക്കുന്നു. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം പോലും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ആളുകളുടെ ജീവിത സന്താന മാർഗങ്ങൾ മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. അത്തരത്തിൽ എല്ലാ രീതിയിലും ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. ജോലിക്ക് പോകാൻ കഴിയാതെ വരുന്നു. സ്കൂളുകൾക്ക് പഠനം ഇല്ലാതെ വരുന്നു. അതെ, വലിയൊരു ആശങ്കയിലാണ് ഇപ്പം ഇവിടെ ജനങ്ങളുള്ളത്. ഇപ്പം ആന നിൽക്കുന്നിടത്ത് നിന്ന് ഒരു 100 മീറ്റർ അകലെ പോയാൽ ബേഗൂർ കോളനിയാണ്. 10-300ഓളം ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ്. അവിടുന്ന് നേരെ ഈ മെയിൻ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളാണ്. അതായത് കൊട്ടിയൂർ, കാരമാട് കോളനി, ബാഗേരി, ചേകാടി പ്രദേശങ്ങൾ 24 മണിക്കൂറും ജനങ്ങൾ സഞ്ചരിക്കുന്ന പ്രദേശമാണ്. ആ പ്രദേശത്തേക്ക് ആന എത്തിയാൽ വലിയ രൂപത്തിലുള്ള അപാകതയിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ രൂപത്തിലുള്ള ആശങ്കയിലാണ് ഉള്ളത്. ഇപ്പൊ രാവിലെ ഏതാണ്ട് അടുത്തെത്തിയതാണല്ലേ? പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ അടുത്തെത്തുന്ന ഷൂട്ട് ചെയ്യാറാവുമ്പോഴും ആന അടുത്ത സ്ഥലത്ത് പോവാണ്.
ഇപ്പം ഷൂട്ട് ചെയ്യാൻ ഇപ്പം പെട്ടെന്ന് മയക്കുവെടി വെക്കാമെന്ന് പറയും, പക്ഷേ കുറച്ച് കഴിയുമ്പം ആന മാറിപ്പോയി എന്നാണ്. ഇപ്പം 4ാമത്തെ ദിവസമാണ് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ വളരെ വലിയ രൂപത്തിൽ ആശങ്കയിലേക്ക് പോകും, ജനങ്ങൾ വയലന്റ് ആവും, അതിൽ ഒരു തർക്കവുമില്ല. ഫോറസ്റ്റ് അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനെ പിടിക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ ജനങ്ങൾ എന്ത് ചെയ്യും? ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാത്തതുകൊണ്ട് ഉച്ചഭക്ഷണം പോലും ലഭിക്കുന്നില്ല എന്ന് പലയിടത്തുനിന്നും പുറത്തു വരുന്നുണ്ട് വിവരങ്ങൾ. കന്നുകാലികളെ മേയ്ക്കുന്നവർക്ക് അവർക്ക് തീറ്റ ശേഖരിക്കാൻ പോകാൻ പറ്റുന്നില്ല. എല്ലാ തരത്തിലും ഈ മേഖല സ്തംഭിച്ചു നിൽക്കുകയാണ്. ഒന്ന് ഏറ്റവും പിന്നോക്കമായി നിൽക്കുന്ന ആളുകളുള്ള സ്ഥലമാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തിരുനെല്ലി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആദിവാസികളും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളും തിങ്ങിപ്പാർക്കുന്ന ഒരു പഞ്ചായത്താണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഇപ്പോൾ ഒരു കാർഷിക വിളവെടുപ്പ് നടക്കുന്ന സമയം, കാപ്പി പറയും മുളക് പറയൊക്കെ. അതുകൊണ്ട് തന്നെ ആർക്കും പണിക്ക് പോകാൻ കഴിയാത്തത് കോളനി പ്രദേശങ്ങളിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാലയങ്ങൾ തുടർച്ചയായി 3 ദിവസം അടഞ്ഞു കിടക്കുകയാണ്. നാളെയും ഇതേ സാഹചര്യമാണെങ്കിൽ അടച്ചിടേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തിരുനെല്ലി പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാനങ്ങൾ 3ാമത്തെ ദിവസം പൂർണ്ണമായി അടച്ചിടുകയാണ്. വലിയ ആശങ്ക ആളുകൾക്കിടയിലുണ്ട്. ഇന്നലെ പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഈ ആന വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന സ്ഥിതിയുണ്ട്. കാടുകളിൽ അത്യാവശ്യം നല്ല മുൾക്കാടുകൾ ഉള്ളതുകൊണ്ട് തന്നെ കുങ്കിയാനയുടെ പുറത്ത് കയറിയിട്ടാണ് പോകാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു തവണ പിടിച്ചൊരു അനുഭവം ഉള്ളത് കൊണ്ട് ആന പതുക്കെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് തന്നെ പിടിക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. ഇല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള പ്രയാസം നമുക്കുണ്ടാവും. ഈ ജനങ്ങൾ ഇപ്പോൾ തന്നെ പ്രതിഷേധത്തിലാണ്. അവർ ഈ ഉദ്യോഗസ്ഥരെ പോലും പുറത്തേക്ക് വിടില്ല, ഇന്നും കൂടെ പിടിച്ചില്ലെങ്കിൽ എന്നാണ്. തീർച്ചയായും ആ രൂപത്തിലേക്കുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് എത്തിയെങ്കിലും. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ 4 ദിവസമായി തുടർച്ചയായി ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ വിദ്യാലയങ്ങളായാലും ഇവിടെപ്പെട്ട സാധാരണപ്പെട്ട ആളുകളാണ്, അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു സ്ഥിതിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഒരു പട്ടിണിയിലേക്ക് പോകുന്ന സ്ഥിതിയിൽ ഇവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നും ആനയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് അവസ്ഥ. കാരണം നിലവിൽ ഇന്ന് ജില്ലയിൽ ഹർത്താലാണ്. ജില്ലയുടെ എല്ലാ മേഖലകളിലും ഹർത്താൽ പൂർണ്ണ വിജയമായി, അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടാതിരിക്കുകയും കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അജീഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡു 10 ലക്ഷം രൂപ നൽകിയെങ്കിലും ബാക്കി പണം കൂടി നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒപ്പം ഈ ശാശ്വതമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ വേണമെന്ന അവരുടെ ആവശ്യവും ന്യായമാണ്. കാരണം ഈ ആന റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്ക് പോരുമ്പോഴും ആ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയുടെ സിഗ്നലുകൾ എന്തുകൊണ്ട് ലഭ്യമാക്കിയില്ല, അല്ലെങ്കിൽ സമയബന്ധിതമായി ഇതെന്തുകൊണ്ട് ലഭ്യമാക്കിയില്ല, അല്ലെങ്കിൽ ആനയുടെ സാന്നിധ്യം മാനന്തവാടിയിൽ അറിഞ്ഞപ്പോൾ തന്നെ എന്തുകൊണ്ട് വനംവകുപ്പ് ഇപ്പോൾ ചെയ്യുന്ന രീതിയിലുള്ള ഉച്ചഭാഷണികൾ വഴിയുള്ള അറിയിപ്പുകളും മറ്റും കൃത്യസമയത്ത് നൽകിയില്ല. അങ്ങനെ നൽകിയിരുന്നെങ്കിൽ ഇത്തരമൊരു മരണം ഒഴിവാക്കാൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ 10, 20, 30 കൊല്ലത്തെ കണക്ക് പരിശോധിച്ചാൽ ഈ തിരുനെല്ലി പഞ്ചായത്തിൽ മാത്രം 86 പേരാണ് ഈ വിവിധ വന്യമൃഗങ്ങളുടെ ശല്യം മൂലം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന സാഹചര്യം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു കൃത്യമായ പോംവഴി വേണം എന്നാണ് ഇത്തവണ വയനാട്ടുകാർ പറയുന്നത്. എന്തായാലും ഓപ്പറേഷൻ വേലൂർ മക്കിന് നീളുകയാണ്. ഒരു വലിയ പ്രദേശം ഈ ആനയെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് പിന്നാലെ തന്നെ കൂടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് വയനാട്ടിൽ നിലവിലുള്ളത് എന്നുള്ളതാണ്. ഹർത്താൽ വിജയകരമായി ഇപ്പോൾ മുന്നേറുകയാണ് എന്നുള്ളതാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് കർഷക സംഘടനകൾ വയനാട്ടിൽ ആഹ്വാനം ചെയ്ത ഹർത്താലുള്ളത്. അവിടെ നിന്നും അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ പന്നിയാമലയിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ കടുവയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. പന്നിയാമലയിലെ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലാണ് കടുവ കുടുങ്ങിയത്. വനംവകുപ്പിന്റെ മണത്തണ സെക്ഷന് കീഴിലുള്ള പ്രദേശത്താണ് സംഭവം നടന്നത്. വനപാലകരുടെ നേതൃത്വത്തിലുള്ള RRT സംഘം സ്ഥലത്തെത്തി കടുവയെ മയക്കുവെടി വെക്കുകയായിരുന്നു. കൂട്ടിലാക്കാനുള്ള ശ്രമം തുടരുകയാണ്. വയനാട്ടിൽ മാത്രമല്ല, ചിന്നക്കനാലിലും ഇതേ അവസ്ഥയാണ്. ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ പകൽ സമയത്ത് പോലും കാട്ടാന സാന്നിധ്യം പതിവാവുകയാണ്. മോൺഫോർട്ട് സ്കൂളിന് സമീപത്തും റോഡിലും കഴിഞ്ഞ ദിവസം ആന എത്തി. പകൽ സമയത്ത് പോലും ഈ ജനവാസ മേഖലയിൽ ഇങ്ങനെ കാട്ടാനകൾ എത്തുന്നത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. അവിടെ സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മുറിവാലൻ എത്തിയത്. സമീപത്തെ റോഡിലും കൃഷിയിടങ്ങളിലൂടെയും ആന ഇറങ്ങി. ചക്കക്കൊമ്പനും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുണ്ട്. BL റാം മേഖലയിലാണ് ചക്കക്കൊമ്പൻ എത്തുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഒറ്റയാന്മാർ പകൽ സമയത്തും ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണ്. പറമ്പിന്റെ അറ്റത്ത് കൊല്ലം അച്ചൻകോവിലും കാട്ടാന ശല്യത്തിൽ പ്രദേശവാസികൾ വലിയ ബുദ്ധിമുട്ടിലാണ്. പള്ളിവാസലിലെ കൃഷിയിടങ്ങളിൽ കാട്ടാന വലിയ നാശമുണ്ടാക്കി. തെങ്ങും കവുങ്ങും ഉൾപ്പെടെ കാർഷിക വിളകൾ പൂർണ്ണമായും കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാന നശിപ്പിച്ചു. പള്ളിവാസലിലെ കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുന്നില്ല എന്ന പരാതിയുമുണ്ട്.
അച്ചൻകോവിൽ പള്ളിവാസൽ എന്ന സ്ഥലത്ത് ജനവാസ മേഖലയിൽ കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കർഷകർക്ക് വളരെയധികം നാശം വരുത്തിവെച്ചു. ഇവിടുത്തെ പ്രധാന കാരണം 10-60 വർഷക്കാലം കൃഷി ഉപജീവനമാർഗമായി ജീവിക്കുന്ന സാധുക്കൾക്ക് വന്യമൃഗത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഒരു ഫെൻസിങ്ങോ ട്രെഞ്ച് കുഴിക്കുകയോ അവരെ സംരക്ഷിക്കേണ്ട യാതൊരു വിധമായ കാര്യങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഇവിടെ ഇന്നലെ ഏതെങ്കിലും രീതിയിൽ കർഷക കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ജീവൻ ഇവിടെ പൊലിയാനുള്ള സാധ്യതയുണ്ടായി. ദൈവാനുഗ്രഹം കൊണ്ട് ആരും ഇവിടെ ഇല്ലാതിരുന്നു. ഈ പ്രദേശം മൊത്തവും വെളുപ്പിച്ച് ആന കടന്നുപോയിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ DFOയും വനമന്ത്രിയുമായി ഡയറക്റ്റ് അവർക്ക് നിവേദനങ്ങൾ കൊടുക്കുകയും അർഹമായ നഷ്ടപരിഹാരം നൽകി ഈ സാധുക്കൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയുമാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മളൊരു ആന വാർത്തയിലേക്ക് തന്നെയാണ്, പക്ഷേ അത് കാട്ടാനയല്ല. മലപ്പുറം ചങ്ങരംകുളം ചിറവല്ലൂർ നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞു. ആനപ്പുറത്തു നിന്ന് വീണ് ഒരാൾക്ക് പരിക്കേറ്റു. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. പുള്ളിട്ട് കണ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. 1 മണിക്കൂറിന് ശേഷം പാപ്പാന്മാർ ആനയെ തളച്ചു. മറ്റു വാർത്തകളിലേക്ക് പോകാം. സ്ത്രീ വയോജന ഭിന്നശേഷി പദ്ധതികൾക്ക് ഊന്നൽ നൽകി ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക ബജറ്റ് 47.97 കോടി രൂപ വരവും 47.83 കോടി രൂപ ചെലവും 13.8 ലക്ഷം രൂപ നീക്കിയിരിപ്പും വരുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AM ബിനു അവതരിപ്പിച്ചത്. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ അധ്യക്ഷനായിരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കിൽ ഇച്ചിലങ്ങോട്ട് വില്ലേജിലെ കുമ്പണൂർ മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായി. ഉപ്പള, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷനുകളിലെ അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. അടുത്തടുത്തുള്ള 2 പ്ലാന്റുകളിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. ഇനി കാസർഗോട്ടേക്ക് പോകാം. കാസർഗോഡ് എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം ഒരുങ്ങുകയാണ്. പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. ഫെബ്രുവരി അവസാന വാരത്തോടെ കേന്ദ്രം തുറന്നുകൊടുക്കും. ജില്ലയിലെ 4 ബഡ് സ്കൂളുകൾ MCRC നിലവാരത്തിലേക്ക് ഉയർത്താനും തീരുമാനമായിട്ടുണ്ട്. കാസർഗോട്ടെ എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമ പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായി. 2022 മെയ് മാസത്തിൽ നിർമ്മാണത്തിന് തുടക്കമിട്ട പദ്ധതിക്ക് 4,89 ലക്ഷം രൂപയുടെ ഭരണാനുമതിയും 4,45 ലക്ഷം രൂപയുടെ സാങ്കേതികാനുമതിയുമാണ് അനുവദിച്ചിരുന്നത്. 25 ഏക്കർ സ്ഥലത്താണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്ക്, കൺസൾട്ടിംഗ് ആൻഡ് ഹൈഡ്രോളജി ബ്ലോക്ക് എന്നിവയാണ് പുനരധിവാസ ഗ്രാമ പദ്ധതിയിൽ 1ാം ഘട്ടത്തിൽ തുറന്നുകൊടുക്കുക. ഫെബ്രുവരി അവസാന വാരത്തോടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. 25 ഏക്കർ സ്ഥലവും ഇതിനായിട്ട് ലഭ്യമാക്കി. ഞാൻ ചാർജ് എടുത്ത ശേഷം മുറിയാത്ത സ്ഥലം സന്ദർശിക്കുമ്പോൾ അത് മുട്ടക്കുന്നായിരുന്നു. ഇപ്പോൾ നമുക്കത് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടം ഹൈഡ്രോതെറാപ്പി യൂണിറ്റും ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്കുമാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിത പ്രദേശങ്ങളിലെ 10 പഞ്ചായത്തുകളിൽ നിലവിലുള്ള ബഡ് സ്കൂളുകളെ MCRCകളായി ഉയർത്തുകയാണ്. 5 ബെഡ്റൂമുള്ള 4 വാർഡുകൾ, ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ടോയ്ലറ്റ്, പൂന്തോട്ടം മുതലായവയാണ് ഫോസ്റ്റർ കെയർ ഹോമിൽ ആദ്യഘട്ടത്തിൽ ഒരുക്കുക. കൂടാതെ അടുക്കള, റിക്രിയേഷൻ റൂം, ലൈബ്രറി, വൊക്കേഷണൽ ഫെസിലിറ്റി, ഫിസിയോതെറാപ്പി സെന്റർ, ജോബ് കോച്ച് സെന്റർ എന്നിവയും സജ്ജമാക്കും. പുനരധിവാസ ഗ്രാമത്തിന്റെ പ്രവർത്തനത്തിനുള്ള ദൈനംദിന ഫണ്ടിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികളെയും വിവിധ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടുകളെയും ഉപയോഗപ്പെടുത്തും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണം ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരിടവേളയ്ക്ക് ശേഷം. സമ്മേളനം ഇന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോടാണ് സംസ്ഥാന സമ്മേളനം.
രാവിലെ 8 മുതൽ രാത്രി 8 വരെ കടയടപ്പ് സമരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത്. ഒരു വിഭാഗം വ്യാപാരികൾ സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ബിജെപിയുടെ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പാലുകാച്ചി. മരാർജി ഭവന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പിന്നീട്. കെ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ വീണ്ടും വാർത്തയിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള കലശ ചടങ്ങുകൾക്ക് തുടക്കം. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യവരണം, ഗണപതി പൂജ, മുളയിടൽ എന്നിവ നടക്കും. ദീപാരാധനയ്ക്ക് ശേഷം ദർശന നിയന്ത്രണവും ഉണ്ടാകും. 19-നാണ് തത്വകലശം നടക്കുക. ഫെബ്രുവരി 20-ന് സഹസ്രകലശവും ബ്രഹ്മകലശവും നടക്കും. അന്ന് കലശ ചടങ്ങുകൾ പൂർത്തിയാകും. കലശ ദിനങ്ങളിൽ ദർശനത്തിന് വടക്കേ നടയിലൂടെയാകും നാലമ്പലത്തിലേക്കും പുറത്തേക്കും ഭക്തരെ കടത്തിവിടുക. കലശം, ഉത്സവം എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്നു മുതൽ മാർച്ച് 1 വരെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിൽ പ്രവേശനമുണ്ടാകില്ല. ഗുരുവായൂർ ഗജരത്നം പത്മനാഭന്റെ 4ാം അനുസ്മരണം നടന്നു. ഗുരുവായൂർ ആനക്കോട്ടയിൽ നിന്നെത്തിയ ഗജവീരന്മാരായ ഗോകുൽ, ഗോപി, കണ്ണൻ, ഗജേന്ദ്ര, ദേവദാസ്, ദേവി എന്നീ ആനകൾ എത്തിയാണ് പത്മനാഭന് ആദരവ് നൽകി അനുസ്മരിച്ചത്. ദേവസ്വം ചെയർമാൻ VK വിജയൻ ഭദ്രദീപം തെളിയിച്ച ശേഷം പത്മനാഭന് മുന്നിൽ പുഷ്പചക്രം സമർപ്പിച്ച് പുഷ്പാർച്ചന നടത്തി. അതിനുശേഷം ആനക്കോട്ടയിലെ ആനകൾ തുമ്പിക്കൈ ഉയർത്തി പത്മനാഭന് പ്രണാമം അർപ്പിച്ചു. ഗുരുവായൂരപ്പന് കെടേശമാലകൾ വഴിപാടായി സമർപ്പിച്ച് പാലക്കാട് മേലാർക്കോട് വടക്കേ ഗ്രാമം വൈദ്യർമഠം MK വൈദ്യനാഥൻ. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ കെടേശമാലകൾ ഏറ്റുവാങ്ങി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളും പങ്കെടുത്തു. ബലരാമൻ വേഷങ്ങൾക്ക് തലമുടിയിൽ ചാർത്തുന്നതാണ് കെടേശമാലകൾ. കൃഷ്ണനാട്ടത്തിലും ഉപയോഗിക്കും. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കപ്പലിടിച്ച് മറിഞ്ഞ പൂന്തുറ സ്വദേശികളുടെ വള്ളം കണ്ടെത്തി. ഉൾക്കടലിൽ വെച്ച് അജ്ഞാത ചരക്ക് കപ്പലിടിച്ചുണ്ടായ അപകടത്തിൽപ്പെട്ട വള്ളമാണ് കണ്ടെത്തിയത്. പെരുമാതുറ മുതലപ്പുഴ തീരത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെ ഉൾക്കടലിൽ നിന്നാണ് കമഴ്ന്ന നിലയിൽ വള്ളം കണ്ടെത്തിയത്. ഫിഷറീസ് വകുപ്പിന്റെ മറൈൻ എൻഫോഴ്സ്മെന്റും വിഴിഞ്ഞം കോസ്റ്റൽ പോലീസും ഉൾപ്പെട്ട സംഘമാണ് തെരച്ചിൽ നടത്തിയത്. ശനിയാഴ്ച രാവിലെ വിഴിഞ്ഞം തീരത്ത് നിന്ന് 19 നോട്ടിക്കൽ മൈൽ അകലെ ആഴക്കടലിലായിരുന്നു അപകടം. വള്ളത്തിലുണ്ടായിരുന്ന പൂന്തുറ സ്വദേശികളെ മറ്റ് വള്ളത്തിലെത്തിയ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയിരുന്നു. കൊട്ടാരക്കര ഇഞ്ചക്കാട് ജംഗ്ഷനിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. സ്കൂട്ടർ യാത്രക്കാരനായ കുളത്തുപുഴ സ്വദേശി ജെയിംസ് ആണ് മരിച്ചത്. സ്കൂട്ടറിന് പിന്നിലിരുന്ന 50 വയസ്സുകാരൻ അയ്യപ്പനെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം ഭാഗത്തു നിന്ന് വന്ന കാർ അമിത വേഗതയിൽ സ്കൂട്ടറിലിടിച്ചാണ് അപകടമുണ്ടായത്. സ്കൂട്ടറിൽ കെട്ടിട നിർമ്മാണ ജോലിക്കായി പോവുകയായിരുന്നു ഇരുവരും. അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ യാത്രികരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജെയിംസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സ്വന്തം നാട്ടിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്കൊപ്പം സെലിബ്രിറ്റികളുമുണ്ട്. കലാ, സാംസ്കാരിക, സിനിമ, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖ റിപ്പോർട്ടർമാരായി നിങ്ങളിലേക്ക് എത്തുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയാണ് കേരളത്തിലെ പല ടൂറിസം കേന്ദ്രങ്ങളെയും പിന്നോട്ടടുപ്പിക്കുന്നത്. മതിയായ റോഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളില്ലാത്തത് വിനോദസഞ്ചാരികളെ മാറ്റി നിർത്തുന്നു. ഇത്തരം പരിമിതികളെ മറികടക്കുന്ന ഒരു കാഴ്ചയാണിനി. പാല MLA മാണി സി കാപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലാ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ് ഇലവീഴ പൂഞ്ചിറയും ഇല്ലിക്കക്കല്ലും. വളരെയേറെ ടൂറിസത്തിന് സ്കോപ്പുള്ള, നാളുകളിൽ ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ വരാവുന്ന, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറാൻ പോകുന്ന 2 സ്ഥലങ്ങളിലേക്കാണ്. 2 സ്ഥലങ്ങളാണ് ഇല്ലിക്കക്കല്ലും ഇലവീഴ പൂഞ്ചിറയും. അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. ഇത് ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ള റോഡിന്റെ തുടക്കമാണ്. 10-12 വർഷമായി പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത വളരെ ദയനീയമായ സ്ഥിതിയിൽ കിടന്ന 5.5 കിലോമീറ്റർ റോഡാണ് ഇന്ന് അന്താരാഷ്ട്ര ലെവലിൽ ടാർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഉപതെരഞ്ഞെടുപ്പിന് ഇവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുമ്പോൾ ആ ഘട്ടത്തിൽ
ഇവിടെ നിന്നും 5.5 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് ജീപ്പുകാർ വാങ്ങിച്ചിരുന്നത് 1500 രൂപയാണ്. പലരും കൂടി ഷെയർ ചെയ്താണ് അവർ യാത്ര ചെയ്തിരുന്നത്. അതിൽ നിന്നും മാറി ഒരു കല്ലിൽ നിന്ന് മറ്റേ കല്ലിലേക്ക് ചാടുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്, ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലേക്ക്. ആ റോഡ് ഇത്രയും ഭംഗിയായി വന്നു കഴിഞ്ഞു. റോഡുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അവിടെ നോക്കിയാൽ മേലുകാവ് കാണാം. റോഡൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ? എവിടുന്നാ വരുന്നത് നിങ്ങളുടെ? കായംകുളം. ഇപ്പൊ എത്ര രാവിലെ തന്നെ എത്തി? ഇതെങ്ങനെയാ അതിനിങ്ങനെ ടൂറിസ്റ്റ് സ്റ്റേഷൻ വന്ന് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ സിനിമ കണ്ടിട്ടാണ് ഈ സ്പോട്ടിൽ വന്നത്. അടിപൊളി സ്ഥലമാണ്. ഇതിനു മുമ്പിലേ വന്നിട്ടുണ്ടോ? ഇല്ല ആദ്യമായിട്ടാണ്. വൈപ്പിൻ, എറണാകുളം. പണി തുടങ്ങിയിട്ട് 10-12 വർഷമായിരുന്നു. 2019 നമുക്ക് നമ്മുടെ 56 വന്ന പിന്നെയാണ് വഴി നല്ല രീതിയിൽ പണിത് എല്ലാ ടൂറിസ്റ്റുകൾക്കും വരാവുന്ന കണ്ടീഷനായി. ടൂറിസ്റ്റുകൾ വർഷം പോലെ വരുന്നുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരളത്തെ സംബന്ധിച്ച് ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടത്ര വികസിപ്പിച്ചെടുക്കുന്നുണ്ടോ എന്ന സംശയം എനിക്ക് ബാക്കി നിൽക്കുന്നു. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള കേരളത്തിൻ്റെ ടൂറിസം മേഖല വികസിപ്പിച്ചെടുക്കാൻ ഗവൺമെൻറ് ശ്രമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് 18 വേണ്ടി ജി ശ്രീജിത്തിനൊപ്പം മാണി സി കാപ്പൻ MLA. ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട് തന്നെ പോവുകയാണ്. മാർച്ച് പഞ്ചാബ് പോലീസ് തടഞ്ഞില്ല. ശംഭു അതിർത്തിയിൽ ഹരിയാന പോലീസ് കർഷകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ER രാകേഷ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. രാകേഷ്, എന്താണ് സംഭവിച്ചത്? അശ്വതി, ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട് തന്നെയാണ്. ഇന്ന് രാവിലെയാണ് കർഷകരുടെ ട്രാക്ടർ റാലി ആരംഭിച്ചത്. ഏതാണ്ട് 2500-ലധികം ട്രാക്ടറുകളുമായാണ് പഞ്ചാബിൽ നിന്ന് കർഷകർ ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ പഞ്ചാബ് പോലീസ് അവരെ തടയുന്ന ഒരു സ്ഥിതിയായിരുന്നില്ല, പകരം അനുമതി നൽകുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഹരിയാന പോലീസ് ശംഭു അതിർത്തിയിൽ വെച്ച് ഈ കർഷകരെ തടയുകയും കർഷകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ അതിർത്തികളൊക്കെ തന്നെ പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. അതായത് ഹരിയാന അതിർത്തികൾ അടച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്ന അതിർത്തികളും അടച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കർഷകർ ഡൽഹിയിലെത്തും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പ്രത്യേകിച്ച് 2020-ലുണ്ടായ കർഷക സമരത്തിൽ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകളുടെ പരിസരത്തൊക്കെ തന്നെ വലിയ സുരക്ഷയും ഒപ്പം തന്നെ കോൺക്രീറ്റ് ബാരിക്കേഡുകളും ഒക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ അതിർത്തികളിലും സമാനമായ സാഹചര്യം തന്നെയാണ്. ഇരുമ്പ് കൊണ്ടുള്ള ബാരിക്കേഡുകൾ ഏതാണ്ട് 10-15 വെച്ചുകൊണ്ട് ഒരു തരത്തിലും കർഷകർ അതിർത്തി മറികടന്നുകൊണ്ട് ഡൽഹി ഭാഗത്തേക്ക് പ്രവേശിക്കരുതെന്ന നിലപാടിലാണ് പോലീസ്. ഒപ്പം തന്നെ ഡൽഹി അതിർത്തിയിലും കോൺക്രീറ്റ് ബാരിക്കേഡുകളൊക്കെ വെച്ചുകൊണ്ടാണ് കർഷകരെ തടയാനുള്ള സന്നാഹങ്ങൾ പോലീസ് ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല മെട്രോകൾ എത്തിക്കൊണ്ട് പ്രതിഷേധിക്കാനുള്ള സാധ്യതയും പോലീസ് കണക്കുകൂട്ടുന്നുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രിമാരുടെ വസതിക്ക് സമീപത്തും മറ്റും വലിയ സുരക്ഷ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കർഷകർ വ്യക്തമാക്കുന്നത് സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല, ഡൽഹിയിൽ എത്തി സമരം ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് കർഷകർ ഉറച്ചു നിൽക്കുന്നത്. 5 ആവശ്യങ്ങൾ അവർ പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്യുന്നു. അതായത് നേരത്തെ 2020-ൽ കർഷകർ സമരം ചെയ്തത് പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം കാർഷിക പരിഷ്കരണ നിയമങ്ങൾ പിൻവലിക്കണം, റദ്ദാക്കണമെന്നായിരുന്നു. പക്ഷേ വലിയ സമരത്തെ തുടർന്ന് അന്ന് അതിന് കേന്ദ്ര സർക്കാർ തയ്യാറായി. പക്ഷേ അന്ന് നൽകിയ പല വാഗ്ദാനങ്ങളും പാലിച്ചില്ല. പ്രത്യേകിച്ച് താങ്ങുവിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അത് പാലിക്കാൻ തയ്യാറായില്ല എന്നാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. താങ്ങുവിലയ്ക്ക് നിയമസംരക്ഷണം നൽകും എന്ന സർക്കാർ ഉറപ്പ് നൽകിയാണ്. പക്ഷേ പിന്നീട് സമരം പിൻവലിച്ചതിന് ശേഷം അത്തരം നടപടിയൊന്നും തന്നെ ഉണ്ടായില്ല. ഒപ്പം തന്നെ ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ കൈക്കൊണ്ട കേസുകളൊക്കെ പിൻവലിക്കണം, കാർഷിക കടങ്ങൾ എഴുതി തള്ളണം. ഇതിനു പുറമെ UP-യിലെ ലഖിംപൂർ ഖേരിയിൽ വെച്ച് കർഷകർക്ക് നേരെ കേന്ദ്രമന്ത്രിയുടെ മകൻ വാഹനമിടിച്ച് കയറ്റിയിരുന്നു. അപ്പോൾ ആ കേസിൽ നീതി ലഭിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷകർ ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ ഇന്നലെ ഈ സമരം
ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പീയൂഷ് ഗോയലും അർജുൻ മുണ്ടയും കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയലും അർജുൻ മുണ്ടയും ചണ്ഡീഗഡിലെത്തി കർഷകരുമായി ചർച്ച നടത്തിയെന്നെങ്കിലും ചർച്ച പരാജയപ്പെടുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സമരവുമായി മുന്നോട്ട് പോകും എന്ന് കർഷകർ വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും വീണ്ടും ചർച്ചയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അത്തരമൊരു പ്രതികരണങ്ങൾ കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ഏതായാലും കർഷകരെ തടയും എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇപ്പോൾ ശംഭു അതിർത്തിയിൽ അത് തന്നെയാണ് കണ്ടത്. ശരി, അതാണ് ഡൽഹി ചെലവ് മാർച്ച് മുന്നോട്ട് പോവുകയാണ് കർഷകർ. പക്ഷെ എങ്ങനെ ഡൽഹിയിലേക്ക് അവർ എത്തും എന്നുള്ളത് വരും മണിക്കൂറിലും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. ER രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. സകലമാന കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. പങ്കെടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് കവാടത്തിൽ UDF കൌൺസിലർമാരുടെ പ്രതിഷേധ ധർണ ഇന്ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് മെയിന്റനൻസ് ഗ്രാന്റ് കുടിശ്ശിക നൽകണമെന്ന ആവശ്യം. ഓൾ കേരള ട്രെയിലേഴ്സ് അസോസിയേഷൻ ഇടുക്കി തൂക്കുപാലം ഏരിയ സമ്മേളനം മുണ്ടുമേരിമയിൽ നടന്നു. സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാർഷിക സ്വാതന്ത്ര്യ പദ്ധതി SHG പ്രവർത്തനങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. തൊഴിലാളികളുടെ റിട്ടയർമെന്റ് ആനുകൂല്യം വെട്ടിക്കുറച്ച് സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. എടരിക്കോട് 110 kV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ എടരിക്കോട് മേഖലയിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. കോട്ടക്കൽ ടൗൺ, ആര്യവൈദ്യശാല, പറപ്പൂർ, എടരിക്കോട്, കാവതിക്കുളം, വേങ്ങര ടെസ്റ്റിൽ എന്നിവിടങ്ങളിലാണ് വൈദ്യുതി മുടങ്ങുക. വിജയപുരം രൂപതയുടെ പ്രഥമ സഹായ മെത്രാനായി ഡോക്ടർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ അഭിഷിക്തനായി. വിമലഗിരി കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കേക്കച്ചേരിൽ മോതിരവും അംശമുടിയും അണിയിച്ചു. വാരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് നെറ്റോയും മുഖ്യ സഹകാർമ്മികരായി. ഹൈഡ്രജൻ ഹാക്കത്തണലിൽ ജേതാക്കളായി മുട്ടത്തറ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകർ. ജേതാക്കളായത് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് വിഭാഗം. ഇന്ത്യയുടെ ഹരിതവും സുസ്ഥിരവുമായ ഊർജ്ജ ഭാവിയിലേക്ക് സഹകരണ വികസനമാണ് ഹാക്കത്തോണിന്റെ ലക്ഷ്യം. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന് കീഴിലുള്ള അവളിടം യുവതീ ക്ലബ്ബുകളുടെ കലാജാഥയ്ക്ക് വളാഞ്ചേരിയിൽ സ്വീകരണം. വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് നിന്ന് ആരംഭിച്ച ജാഥ ജില്ലയിലെ 16 കേന്ദ്രങ്ങളിലും പര്യടനം നടത്തും. 36ാമത് PFI അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റ് തുടങ്ങി. പൂക്കാട്ടിരി ഫുട്ബോൾ അസോസിയേഷനാണ് സംഘാടകർ. പ്രദേശത്തെ ക്ലബ്ബുകളെല്ലാം ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഇന്ന്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോടാണ് സംസ്ഥാന സമ്മേളനം. ഇന്ന് രാവിലെ 8 മുതൽ രാത്രി 8 വരെ കടയടപ്പ് സമരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത്. ഒരു വിഭാഗം വ്യാപാരികൾ സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ബിജെപിയുടെ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പാലുകാച്ചി. മരാർജി ഭവന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പിന്നീട്. കെ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുത്തു. നമസ്കാരം. Today we have among us Comrade Subhashini Ali, CPM Politburo member. Welcome to QAT. Thank you. Lok Sabha elections are about to begin. What do you feel when you come to Kerala from Uttar Pradesh? No, it's not a question of Kerala or Uttar Pradesh. These elections are going to be very important for the whole of India, and I think that it is very important to defeat the BJP. Because our experience over the last 9 years have been that their policies have been very, very divisive. And not only that, they have actually increased poverty, increased unemployment. And I think their foreign policy, there's a lot to criticize also. But for me, as someone who's working in the women's movement, the most shocking thing is the way in which they are seen repeatedly
as a government at the center and in their governments in the states to be protecting rapists, to be protecting those who are accused of violence against women, and not doing anything actually to protect the victims. It's time for BJP to look at Ayodhya in a big way. How can you judge it if you are in Uttar Pradesh? I don't know. I can't predict how people are thinking. People think in different ways. If they see a viable opposition, they very often vote for it. After all, there is not only one issue that affects them. There are so many issues. And poverty, health issues, hunger, and the fact that girl children are being taken out of schools, poor children are not getting scholarships. All those are very important issues also. So by all of us going on and on talking about one issue, whether it's you or whether it's anybody else, it means that we are also engaged in this whole game of highlighting just one issue at the expense of very important issues that affect people's livelihood. So that will be remain as their claim only. That I am not saying what will be their claim or not be their claim. I cannot speak on their behalf. What they claim, what they do not claim, that's up to them. I can only say that we think that they are very, very important issues on the basis of which the BJP must be defeated. They are aiming at religious votes. So you think this communal agenda is always working in Uttar Pradesh? Or not? No, it doesn't. Why should it always work? I don't think it will work. And again, I'm saying that I don't know why I have to reply to questions from their point of view, from the BJP point of view. These are questions you should ask the BJP, not me. I just want to know about the Uttar Pradesh scenario right now. Deep movements against Muslim community is still going on, or the government is conducting any campaign? See, the movement like whole that even point now. about the BJP's policies are that they are against the poor. They are against 90% of the population. They are against women. And of course, they are also against the minorities. But they are also very much against the Dalits. Okay. The Dalits are facing the greatest kinds of oppression and atrocity in the last 9 years. In fact, even the Crime Bureau says that the violence against women is increasing. Violence against Dalits is increasing. So while the BJP tries to use its anti-minority programs to try and mobilize the majority community behind them, it's also a fact that they are not sparing anybody that is poor. They are not sparing the Dalits. They are not sparing the Adivasis. Look at the budget today. The budget in the social sector has gone down. Spending for Adivasis, SCs and STs, which last year in the budget, they did not even spend all that was allocated. 30% of the allocation was not spent. This year also, they're not making any increased allocations. So in many of the states, even the scholarships to SC and ST students is not being paid. So these are very big issues. Still BJP is saying they have come up with a Dalit president. They may say that, but the way they behave with her also, we don't know how much respect they have for her. And the point is not making some symbolic gestures, but what are you actually doing for tribals? On the one hand, the BJP is actively working to divide tribals on the basis of religion. They are trying to say that those that have become Christians should not be given the tribal status anymore. They are completely ignoring the atrocities committed on tribals in Manipur. This has been going on since the 3rd of May. Tribal women were stripped and handed over to mobs. Nothing has been done. The BJP has not intervened at all. In fact, things are getting worse in Manipur day by day. Yesterday, they arrested the first tribal chief minister, elected chief minister. So all these things have to be considered when you talk about their policies regarding tribals and scheduled caste people, Dalits in this country. But still, Narendra Modi is still the star campaigner. So he is the Prime Minister of the country, the leader of the BJP. Let him be their star campaigner. What is the problem? I'm not going to decide who their star campaigner should be. They will decide. Opposition should be having somebody to point. Opposition has got a different way. We are not in power. We don't have a Prime Minister.
obviously different states, different people will be the main campaigners. After all, somebody coming from Uttar Pradesh cannot become the main campaigner in Kerala. So every state, different leaders will be campaigning, but the campaign will be a common campaign against the BJP and its policies. But what is happening to the opposition front? All the fallouts, all the disputes in the INTA alliance have come out. BJP is arresting the opposition leaders. BJP is using ED. Not a single person who defects from the opposition to the BJP is prosecuted under the cases that are initiated. So naturally this is having its own effect, but that doesn't mean that there is no opposition to the BJP. There's a huge opposition across the country, and the people who are in the alliance or in the bloc, they will have to do their best to mobilize this anti-BJP mass. You are the first one among who challenged the remission of the culprits of Bilkis Bano case. Did you ever expect such a verdict? No. The thing is that if you believe that people with human beings are there in this, human feelings are there in the Supreme Court and in other places, then obviously you will expect them to behave like human beings, and that's what we expected. No person who has any human decency left will support the remission of those 11 rapists and murderers. And that is why I say people should make up their minds. Who are they voting for? The Gujarat government, the central government did everything in its power to protect those 11 rapists and murderers. So if you support Bilkis Bano's fight for justice, if you are celebrating today that some justice was done, then you also cannot support the BJP government and the central government, because they did everything in their power to keep those culprits out of jail, to call them sanskari Brahmins, to celebrate their release and to use them in the Gujarat campaign. How can you support both? You cannot say I am a supporter of justice for women and I am happy that Bilkis Bano has got some justice, but also I support the BJP. You cannot support both. It's just not possible. If you have any human feelings left, you have to understand what the Supreme Court said in its judgment. What did the Supreme Court say? On what basis did they send those 11 people back to jail? They said that one of the accused, Radhe Shyam, and the Gujarat government committed a fraud on the Supreme Court. They hid facts from the Supreme Court. The Gujarat government went beyond its jurisdiction in granting remission, and the government of India, the Home Ministry, gave its support or gave its consent to this granting of remission. So what is the Supreme Court saying? They're saying this was a grotesque and barbaric case. This was a crime against humanity. And it is saying that the Gujarat government and then the government of India did everything in their power to protect these criminals, not just after giving them remission, but from the day that they committed the crime. If you read the whole judgment, they have said that the Gujarat government was complicit with these people. So who was leading the Gujarat government at that time? It was Mr. Narendra Modi. He was the chief minister. What happened? Here is a woman who has got all the proofs of having been gang raped. She recognizes the rapists and murderers because they belong to her own village. She records her statement before the district magistrate, but the FIR is not filed. The bodies of her family members that are lying dead, they are not sent for a post-mortem. Nothing is done to arrest these people. The Gujarat police closes the case, and Mr. Narendra Modi was the chief minister at that time. Are we not going to remember these things? And then what happens? That case, it's there in the Supreme Court latest judgment. It had to be transferred to Maharashtra because justice was not possible in Gujarat. So justice for a victim of gang rape was not possible in Gujarat under the chief ministership of Shri Narendra Modi. That is what the Supreme Court is telling us. Why don't we want to listen to these facts?
Why don't we want to see what is happening? Then what happens? The Maharashtra CBI court sentences these people, not the Gujarat, after 8 years. And then they are repeatedly given parole. They spend months out of jail. And it's not only them. Please don't think this is a single case. Ram Rahim, who has been convicted of rape and murder, is repeatedly given parole by the Haryana government. He is allowed to go to his ashram. He is allowed to hold meetings. BJP leaders go and touch his feet because they want his help in elections. So what does it mean? The government, what is its role? It is supposed to be protecting the victims. It is supposed to be protecting those who were raped. It is supposed to be fighting for justice for those who have been murdered. But it is doing exactly the opposite. It is giving the murderer and the rapist regular parole. Why? Because they think it may help them in the elections. What is happening in the wrestlers' case? The women wrestlers, they are now nowhere. And the person who is accused, Brij Bhushan Saran Singh, he continues to be a BJP MP. He has not been asked to resign from his Lok Sabha seat. He is not being in any way prosecuted by the BJP government. The police are saying this is a prima facie case against him. But nothing is happening. And then you're saying they're attacking the opposition. Supposing he had been in the opposition, his house would have been bulldozed by this time. So obviously they are doing everything in their power to use all their agencies against the opposition, but also to protect their own rapists, their own murderers, people who support them. And in Manipur, what have they done? The Chief Minister, Prime Minister said, we will not spare these people. The Chief Minister said, we are going to hang them. What have they done? How many people have they arrested? How many people have they sent to jail for that horrible crime that was committed against women over there? And why is the rest of India not concerned about it? Isn't Manipur a part of India? Are those women not our sisters, not our daughters? What has happened to us? That we are not trying to even sympathize or empathize with victims of horrible atrocities. In spite of all this, BJP won the elections. Say, why? Because what has happened to the media? Is the media giving any space? Has the media talked about those Manipur victims? Did the mainstream media report the Bilkis Bano case till the judgment came? No. Did the mainstream media bother about the Hathras victim and her family? What is happening to them? A Dalit girl was gang raped by 4 people from her village, and the Chief Minister said no rape has taken place. After she died and she gave a dying declaration, then they were sent to jail. Now the court has said 3 people are absolutely innocent. Let them off, and no rape took place. I want to know, you are living in Kerala. A horrible incident took place in Idukki, where a 5-year-old child was possibly raped and killed. And the prosecution did not present the case or do the proper investigation. Government of Kerala has done what? They have suspended the investigation officer and they are going to file the appeal. But none of you bothered to ask that why didn't the Uttar Pradesh government file an appeal in the Hathras case? They have not filed an appeal. That poor family that is left penniless, not even able to work, they are the ones who are responsible for filing an appeal. They are the ones who have to go to the High Court in Allahabad and in Lucknow. Is anybody talking about them? The media is silent about all this, so people don't know anything. Neither is it reported in the papers, nor is it coming on the electronic media. And then you say, oh, people are not doing this, people are not doing that. If you are not doing your duty of informing people about what is happening, what is the truth, what are the atrocities that are being committed, what are the sins of omission and commission of these BJP governments, if you are not performing that role, what do you expect ordinary people to do who don't even know that these things are happening? തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് കവാടത്തിൽ UDF കൗൺസിലർമാരുടെ പ്രതിഷേധ ധർണ ഇന്ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് മെയിന്റനൻസ് ഗ്രാന്റ് കുടിശ്ശിക നൽകണമെന്ന ആവശ്യം.
ഓൾ കേരള ട്രെയിലേഴ്സ് അസോസിയേഷൻ ഇടുക്കി തൂക്കുപാലം ഏരിയ സമ്മേളനം മുണ്ടുമേരിമയിൽ നടന്നു. സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാർഷിക സ്വാതന്ത്ര്യ പദ്ധതി SHG പ്രവർത്തനങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. തൊഴിലാളികളുടെ റിട്ടയർമെന്റ് ആനുകൂല്യം വെട്ടിക്കുറച്ച് സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. എടരിക്കോട് 110 kV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ എടരിക്കോട് മേഖലയിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. കോട്ടക്കൽ ടൗൺ, ആര്യവൈദ്യശാല, പറപ്പൂർ, എടരിക്കോട്, കാവതിക്കുളം, വേങ്ങര ടെസ്റ്റിൽ എന്നിവിടങ്ങളിലാണ് വൈദ്യുതി മുടങ്ങുക. വിജയപുരം രൂപതയുടെ പ്രഥമ സഹായ മെത്രാനായി ഡോക്ടർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ അഭിഷിക്തനായി. വിമലഗിരി കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കേക്കച്ചേരിൽ മോതിരവും അംശമുടിയും അണിയിച്ചു. വാരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് നെറ്റോയും മുഖ്യ സഹകാർമ്മികരായി. ഹൈഡ്രജൻ ഹാക്കത്തണലിൽ ജേതാക്കളായി മുട്ടത്തറ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകർ. ജേതാക്കളായത് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് വിഭാഗം. ഇന്ത്യയുടെ ഹരിതവും സുസ്ഥിരവുമായ ഊർജ്ജ ഭാവിയിലേക്ക് സഹകരണ വികസനമാണ് ഹാക്കത്തോണിന്റെ ലക്ഷ്യം. Still, NDA government is telling that we don't have ministers, there is no corruption cases, no allegations against ministers in the ministry. No, but that is not true. So why should you quote them to me? You should be telling me how many corruption cases are there against them. You people know more. Yeah. Why don't you tell me and tell your viewers how many corruption cases there are against them? And they are claiming. And what about the people whom they've taken? Till yesterday, Nitish Kumar was the most corrupt man. They were saying he has done this scam, he has done that scam. There's Jungle Raj, today has become a hero. Today is a knight in shining armor. The Ajit Pawar was the most corrupt man. Now he is a wonderful man. So, you are not talking about them. Maybe this is all Ayaram Gairam, whatever it is. No, I'm not talking about Ayaram Gairam. About Nitish. I am talking about corrupt people who are taken by the BJP and then all the cases against them are removed and they are presented as heroes. This is what BJP is doing. What will happen to the INDA alliance, India alliance? What will happen to India alliance will continue. Already we knew that in Bengal there are going to be differences. That's okay. BJP will not benefit from that. And Punjab in is Kerala also. No, Punjab, I don't know. There are still talks going on. Kerala also, we don't have, the BJP is not the main factor here. So, in the rest of India, people will come together against the BJP. There's no doubt about that. Okay, coming to the Kerala, do you think that left in Kerala is well doing in ensuring women representation? They're trying to do as much as they can. I just told you about that Idiki case. They have moved against that person who is the accused in that also. And now they are going to appeal also. So at least whatever is legally possible, maybe you can say they should do more. But you cannot accuse them of not trying legally to help in these cases. How much women representation and women politics in Kerala is left well doing to ensure that? No, everybody knows in the whole of India that women are enjoying in all the different criteria the highest status in Kerala. Whether it is maternal mortality rate, whether it is infant mortality rate, whether it is sex ratio, whether it is not being hungry, whether it is being beneficiary of the Kundapashri program, whether it is getting access to social welfare pensions. In all these respects, Kerala women are far above the women in the rest of India. There's no doubt of it. Even the central government, whenever it is giving awards, always Kerala is getting the award. In education also, and we know that from the very beginning, the left has always given a lot of emphasis on women's education, girls' education. They were the first to benefit from the free uniforms, from the free ships earlier. Now, of course, government education is free and the government schools are doing better than the private schools. So there's no doubt about it. It is there for everybody to see. It's reflects in politics also. Yes, you have young women mayors who are activists, who are not, just some family members of some leader. It is there everywhere. MN, RGA workers, they're getting pensions here.
They get a rest time also. We have gone to the sites and seen. But then, why then Kerala has not had a chief minister at all? That you have to elect more women. And you will get one, no doubt about it. Again, this reservation. See, the problem is this, that you cannot fight only in one state as far as representation of women in Lok Sabha and Assembly is concerned. Now the BJP government has brought this so-called act, and they have linked it. Women's reservation has been linked to when the census happens, when delimitation takes place. And the credit goes to their pocket. No credit. Why should they? It's a fraud. They have been accused of fraud and they are guilty of fraud. They don't get any credit. Where is the women's reservation? So unless that becomes a reality, now you are seeing at the panchayat level, at the BDC level, huge strides have been made by women because they have got that reservation. And in Kerala now, there are more than 50% women in most of the panchayats and most of the blocks and in all of those areas where there is reservation for women. And they are becoming mayors and they are becoming Zilla Parishad presidents and all of that. BJP is having huge hopes on Kerala this time, especially in Thrissur and even in Trivandrum. We don't know the... Well, people in Kerala have to decide, as I said, what do they want? Do they want to become like people in Uttar Pradesh and Madhya Pradesh? Do they want that kind of law and order situation? Do they want to lose their pensions? Do they go and find out what are the pensions being given to women in Uttar Pradesh? Go and find out what they're getting from the ration shops. Are they getting rations? Please go and find out. Please do a story on this. Please do a comparison between Kerala and the other states. Are they getting free health care? In my village in Kerala, it's a small village, there are 2 palliative centers. The panchayat has got hospital beds and oxygen facilities, x-ray. There are doctors, there's a district hospital nearby. The ladies who are working there, they are BPL, they are suffering from cancer. They travel free on the train to Thiruvananthapuram and get free treatment for cancer in the government hospital. People in the rest of India cannot dream about this. So if people in Kerala have to see what are their conditions of life and what are the conditions of life in other parts of India and take a decision. It should be an informed decision. Still, so the media in Kerala has got a very big responsibility to tell people of Kerala what is happening in other parts of the country. In 1920s, Communist Party and the RSS came into existence. Communist Party is confined to one state, but the RSS is spreading as far all as over government is concerned. Yeah. There have been ups and downs, but the fact is that the RSS, you see, when you have a divisive agenda and you have got no lack of funding and you are able to create voters on the base of religion and get the majoritarian votes, all of that helps. We cannot follow those kind of tactics. We have got a completely different way of functioning and a different way of approaching elections. So it's not the bigger surprise is that the CPIM continues to exist in India. That is the bigger surprise, and we should appreciate that. So generally, what are the hopes for this Lok Sabha election? The hope is that BJP will be defeated and India will be saved. That is what is necessary. And women should come out in the largest numbers and vote against them because they have completely destroyed the status of women. They have destroyed the safety and security of women. Okay, let me get into some personal questions also. A daughter of a colonel and a captain, how did Subhashini Ali join the Communist Party and joined politics? No, I didn't join because of my mother. I joined because of the anti-imperialist struggle that I was involved with when I was a student in America. The war in Vietnam was going on, and after that I got involved with some leftist groups, and then I decided to come back to India and I joined the CPIM. My mother joined after me. But of course, my parents' lives were very inspiring, and they sort of must have at somewhere in my mental makeup, one must have felt that one should also do something for society. Of course, I cannot do what they did, but trying in my own small way. I still remember you have played
as the mother of Shah Rukh in Ashoka. Still, movie is still part of her life? No, I've never even seen it. My son was the one who sort of forced me. He was the assistant, he was trying to get into films at that time, and all this happened with Santosh Shivan and all that, so then he really pressurized me. Then that time also I was not that interested. Anyway, I did whatever I could do, and I have not even seen the film actually. I have read that you have done costume designing for Umrav Jan also. That's because I worked free, I was still married to the producer-director at that time. But I quite enjoyed doing that. It was an interesting experience. Not only Kosovo, I did so many things, but that's not my real interest. It could have been, but not when I'm involved in a different struggle altogether. As a cousin of Mallika Sarabhai, dance also in your mind, no? No, I can only appreciate it. I don't have any experience of dancing. Let me wind up the interview by asking one more question about faith and belief. Do you think that Communist Party workers have to give up faith completely? No, there's no such necessity, but a lot of them do. That's another matter. But there's no such compulsion of any kind. But the main thing is that you should respect other people's faiths. You're believing in something doesn't mean that you should hate people of another belief, or attack people of another belief, or propagate against people of another belief. That is very wrong. Thanks a lot for sparing time with us. Thank you. Thank you. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന് കീഴിലുള്ള അവളിടം യുവതീ ക്ലബ്ബുകളുടെ കലാജാഥയ്ക്ക് വളാഞ്ചേരിയിൽ സ്വീകരണം. വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് നിന്ന് ആരംഭിച്ച ജാഥ ജില്ലയിലെ 16 കേന്ദ്രങ്ങളിലും പര്യടനം നടത്തും. 36ാമത് PFI അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റ് തുടങ്ങി. പൂക്കാട്ടിരി ഫുട്ബോൾ അസോസിയേഷനാണ് സംഘാടകർ. പ്രദേശത്തെ ക്ലബ്ബുകളെല്ലാം ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഇന്ന്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോടാണ് സംസ്ഥാന സമ്മേളനം. ഇന്ന് രാവിലെ 8 മുതൽ രാത്രി 8 വരെ കടയടപ്പ് സമരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത്. ഒരു വിഭാഗം വ്യാപാരികൾ സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ബിജെപിയുടെ നവീകരിച്ച സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പാലുകാച്ചി. മനാർജി ഭവന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പിന്നീട്. കെ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് കവാടത്തിൽ UDF കൌൺസിലർമാരുടെ പ്രതിഷേധ ധർണ ഇന്ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് മെയിന്റനൻസ് ഗ്രാന്റ് കുടിശ്ശിക നൽകണമെന്ന ആവശ്യം. ഓൾ കേരള ട്രെയിലേഴ്സ് അസോസിയേഷൻ ഇടുക്കി തൂക്കുപാലം ഏരിയ സമ്മേളനം മുണ്ടുമേരിമയിൽ നടന്നു. സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാർഷിക സ്വാതന്ത്ര്യ പദ്ധതി SHG പ്രവർത്തനങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. തൊഴിലാളികളുടെ റിട്ടയർമെന്റ് ആനുകൂല്യം വെട്ടിക്കുറച്ച് സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. എടരിക്കോട് 110 kV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ എടരിക്കോട് മേഖലയിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. കോട്ടക്കൽ ടൗൺ, ആര്യവൈദ്യശാല, പറപ്പൂർ, എടരിക്കോട്, കാവതിക്കുളം, വേങ്ങര ടെസ്റ്റിൽ എന്നിവിടങ്ങളിലാണ് വൈദ്യുതി മുടങ്ങുക. വിജയപുരം രൂപതയുടെ പ്രഥമ സഹായ മെത്രാനായി ഡോക്ടർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ അഭിഷിക്തനായി. വിമലഗിരി കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ നമസ്കാരം. ഇന്നത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി പകൽ വാർത്ത തുടങ്ങുകയാണ്. ഡൽഹിയിൽ ഇപ്പോൾ കർഷകരുടെ ഡൽഹി ചലോ മാർച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ മാർച്ച് ഡൽഹിയിലേക്ക് കടക്കാതിരിക്കാൻ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിട്ടുണ്ട്. അതേസമയം ബാരിക്കേഡുകൾ മറികടക്കുന്നതിന് വേണ്ടിയാണ് കർഷകർ ശ്രമിക്കുന്നത്. വലിയൊരു സംഘർഷമാണ് ഇപ്പോൾ ഡൽഹി ഹരിയാന അതിർത്തിയിലൊക്കെ കാണാൻ കഴിയുന്നത്. SFIOയുടെ അന്വേഷണത്തിൽ പുതിയ ചില വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ്. KSIDCക്കെതിരെ ഗുരുതരമായ ആരോപണം കേന്ദ്ര സർക്കാർ
കേരള ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. സത്യവാങ്മൂലമായിട്ടാണ് കേന്ദ്ര സർക്കാർ KSIDCക്കെതിരെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. KSIDC അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. ഈ സഹകരണമില്ലായ്മ ദുരൂഹമാണെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 4ാം ദിവസമാണ് ബേലൂർ മഖ്ന എന്ന ആനയെ തേടിയുള്ള വനംവകുപ്പിന്റെ യാത്ര തുടങ്ങിയിട്ട്. ഇതുവരെ ആനയെ മയക്കുപിടി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, മയക്കുപിടി വെക്കാതെ തിരിച്ചു പോകാൻ ദൗത്യ സംഘത്തെ അനുവദിക്കില്ല എന്ന് ജനങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്. എന്തായാലും എല്ലാ വാർത്തകളുടെയും സമഗ്ര ചിത്രം ഉണ്ടായിരിക്കും. ആദ്യം പകൽ വാർത്തയിൽ പ്രധാന വാർത്തകൾ നോക്കാം. കണ്ണൂരിൽ പിടിയിലായ ഭീമന്റെ വിട ജാഫർ പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് സ്ക്വാഡിലെ സജീവ അംഗമെന്ന NIA. ഇന്ത്യയെ ഇസ്ലാമിക് രാജ്യമാക്കാനുള്ള മിഷൻ 2047 മുഖ്യ കണ്ണി. കൈവെട്ട് കേസ് പ്രതി സവാദിൽ നിന്ന് കിട്ടിയ വിവരം നിർണായകമായി. മാസപ്പടി അന്വേഷണത്തിന് തടസ്സമില്ലാതെ SFIO മുന്നോട്ട്. സേവന സാമ്പത്തിക രേഖകൾ വീണ വിജയൻ SFIക്ക് നൽകേണ്ടി വരും. KSIDC അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ. നാലാം ദിവസവും ആനയെ മയക്കുവെടി വെക്കാനാവാതെ വനം വകുപ്പ്. ബേലൂർ മഖ്ന വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് മാറി. മയക്കുവെടി വെക്കാതെ ദൗത്യ സംഘത്തെ പോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി UAEയിലേക്ക് യാത്ര തിരിച്ചു. അബുദാബി സ്പോർട്സ് സിറ്റിയിൽ ഇന്ന് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച. അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യും. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ലെന്ന് നിയമസഭയിൽ സമ്മതിച്ച് ഭക്ഷ്യമന്ത്രി. ധനവകുപ്പ് പണം നൽകാത്തതിന് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി GR അനിൽ. സപ്ലൈകോ പ്രതിസന്ധി ഭാര്യയ്ക്ക് മനസ്സിലായിട്ടും മന്ത്രിക്ക് മനസ്സിലായില്ലെന്ന് പ്രതിപക്ഷം. ഡൽഹിയിലേക്കുള്ള കർഷക മാർച്ച് തുടങ്ങി. അതിർത്തിയിലെ ബാരിക്കേഡ് തകർത്ത് കർഷകർ. ഡൽഹി ചലോയിൽ പങ്കെടുക്കാൻ കർഷകർ വരുന്നത് ട്രാക്ടറുകളിൽ. തലസ്ഥാനത്തെ തല്ലിപ്പൊളി റോഡ് നിർമ്മാണത്തെ വിമർശിച്ചതിന് പുലിവാല് പിടിച്ച് കടകംപള്ളി സുരേന്ദ്രൻ. കോർപ്പറേഷനെ മുതിർന്ന നേതാവ് പ്രതിരോധത്തിലാക്കിയത് ഗുരുതരമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. റിയാസിന്റെ മറുപടിയും കടകംപള്ളിക്ക് കുരുക്കായി. കഴിഞ്ഞ ദിവസമാണ് NIA PFIയുടെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയെ കണ്ണൂരിൽ നിന്ന് പിടികൂടിയത്. ഭീമന്റെ വിട ജാഫർ. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ NIA പുറത്തുവിട്ടിട്ടുണ്ട്. NIA വളരെ കാലമായി അന്വേഷിക്കുന്ന ഭീകരനായിരുന്നു ഭീമന്റെ വിട ജാഫർ. ഇയാൾ കുറെ കാലങ്ങളായി കണ്ണൂരിൽ ഒളിവിലായിരുന്നു എന്നാണ് NIAക്ക് കിട്ടിയിരിക്കുന്ന വിവരം. കൈവെട്ട് കേസിലെ 1ാം പ്രതിയായ സവാദിനെ കണ്ണൂരിൽ നിന്ന് NIA പിടികൂടിയിരുന്നു. സവാദിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ജാഫറിലേക്ക് NIA കൊണ്ടുചെന്നെത്തിച്ചത്. ആരാണ് ഭീമന്റെ വിട ജാഫർ? NIA നൽകുന്ന വിവരങ്ങൾ ഇവയൊക്കെയാണ്. ഭീമന്റെ വിട ജാഫർ ആരാണ്? കണ്ണൂരിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡിലെ അംഗമാണ് ഭീമന്റെ വിട ജാഫർ. മിഷൻ 2047 കണ്ണി. ഇന്ത്യയെ ഇസ്ലാമിക് രാജ്യമാക്കുക എന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ആ ഒരു ആശയത്തിലെ മുഖ്യ കണ്ണിയാണ്. PFIയുടെ ആയുധ പരിശീലകൻ കൂടിയാണ് ഭീമന്റെ വിട ജാഫർ. അതുകൊണ്ടാണ് ഹിറ്റ് സ്ക്വാഡിൽ അംഗമായത്. കൂടുതൽ ആളുകളെ ആയുധ പരിശീലനം നൽകുവാൻ ഇയാൾ ശ്രമിച്ചിരുന്നു. കക്കാടംചാൽ സ്വദേശിയാണ്. കണ്ണൂരിലെ ഒളിവിൽ താമസിച്ചതും കണ്ണൂരിൽ തന്നെയാണ്. കുറെ വർഷങ്ങളായി കണ്ണൂരിൽ ഉണ്ടായിരുന്നു. സവാദിൽ നിന്നാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈവെട്ട് കേസിലെ പ്രതിയായ സവാദിൽ നിന്നാണ് ഇയാളിലേക്കുള്ള വിവരങ്ങൾ, PFI പ്രവർത്തകന്റെ വിവരങ്ങൾ കിട്ടിയത്. അതുമാത്രമല്ല, കക്കാടംചാൽ സ്വദേശിയായ ഇയാൾ കണ്ണൂരിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഒളിവിലായിരുന്നു എന്ന വിവരവും NIAക്ക് കിട്ടിയിരുന്നു. അവസാനം രഹസ്യമായ ഒരു ഓപ്പറേഷനിൽ കൂടിയാണ് ഭീകരവാദ കേസിലെ 59ാം പ്രതി കൂടിയായ ഭീമന്റെ വിട ജാഫറിനെ NIA അറസ്റ്റ് ചെയ്തത്. കൊച്ചിയിലേക്ക് ജാഫറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഡാനി പോൾ ഉണ്ട് കൊച്ചിയിൽ. ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആയുധ പരിശീലകൻ ജാഫർ ഭീമന്റെ വിടയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ NIA പ്രത്യേക കോടതി 10 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തത്. ഈ കേസ് സംബന്ധിച്ച ഇയാളുടെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നുവെന്നതും പരിശീലനമടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം വേണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൽ കസ്റ്റഡിയിലേക്ക് അടക്കം വിട്ടുകൊടുത്തത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അന്വേഷണം ചോദ്യം ചെയ്യലടക്കം പുരോഗമിക്കുകയാണ്. ഇയാളുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു, പ്രത്യേകിച്ച് പരിശീലന ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയൊക്കെയായിരുന്നു എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ കൃത്യതയോടുകൂടിയുള്ള അന്വേഷണം വേണം. കൂടുതൽ പേരിലേക്ക് അന്വേഷണം ചെന്നെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇയാൾക്ക് സാഹചര്യവും സൗകര്യവും എല്ലാം ഒരുക്കി കൊടുത്തവരിലേക്കും പരിശീലനം ആർക്കൊക്കെ ലഭിച്ചു, ആർക്കൊക്കെ നൽകിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചും ഇതിന് ആരാണ് നിയോഗിച്ചത് തുടങ്ങിയ വലിയ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അത് വലിയ സുരക്ഷാ ഭീഷണി തന്നെ ഉയർത്തുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾക്ക് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 2047 ഇത്തരമൊരു ആശയം ഇന്ത്യയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘം പ്രവർത്തിച്ചതെന്നാണ് NIA കണ്ടെത്തിയിട്ടുള്ളത്. 60 അംഗങ്ങൾ ഇതിലുണ്ടായിരുന്നു. 60 പേർക്കെതിരെയാണ് കുറ്റം ചുമത്തിയിട്ടുള്ളത്. ഇതിൽ 59-ാമതുകാരനാണ് ജാഫർ ഭീമന്റെ വിട. കൂടുതൽ പേരിലേക്ക് ഇനിയും അന്വേഷണം എത്താനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഇയാളുടെ ആയുധ പരിശീലനം നൽകുക എന്നത് വളരെ തീവ്രവാദ സ്വഭാവമുള്ളത് തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് നടന്നിട്ടുള്ള പല ഓപ്പറേഷനുകൾക്കും ഇയാളുടെ നേതൃത്വത്തിൽ തന്നെ ഒരു സംഘം ഉണ്ടായിരുന്നു, ഒരു കില്ലർ സ്ക്വാഡ് ഉണ്ടായിരുന്നു എന്നതാണ് NIAയുടെ അന്വേഷണം കണ്ടെത്തിയിട്ടുള്ളത്. അത് എത്തരത്തിലുള്ളതായിരുന്നു, എങ്ങനെയാണ് ഇതെല്ലാം തന്നെ നടപ്പാക്കിയത് തുടങ്ങിയ സംബന്ധിയായ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ഇയാളുടെ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. 10 ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോൾ ഈ കേസ് സംബന്ധിയായി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഒപ്പം ഈ കണ്ണൂരിലായിരുന്നു ഇയാൾ ഒളിവിലിരുന്നത്. കണ്ണൂരിൽ നിന്ന് സമാനമായ രീതിയിൽ തന്നെ നേരത്തെ കൈവെട്ട് കേസിലെ പ്രതിയെ കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇത്തരം ഒരു സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി കൊടുക്കുന്നതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. NIAയുടെ അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ ഇതിലെല്ലാം ഉത്തരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. PFIയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയെയാണ് NIA കുടുക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തുകയാണ് NIA ഇപ്പോൾ. PFIയുടെ ഒരു പ്രധാനപ്പെട്ടയാളാണ്, PFIയുടെ ഹിറ്റ് സ്ക്വാഡിലെ അംഗമാണ് ഭീമന്റെ വിട ജാഫർ. കൂടുതൽ വിവരങ്ങൾ NIA തേടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വാർത്തയിലേക്ക്. മാസപ്പടി അന്വേഷണത്തിന് ഇനി SFIOയ്ക്ക് തടസ്സമില്ല. ഇന്നലെ കർണാടക ഹൈക്കോടതിയുടെ നിർദ്ദേശം അത് SFIOയുടെ അന്വേഷണത്തിനെ സഹായിക്കുന്ന രീതിയിൽ ഉള്ളതാണ്. ഒരു തരത്തിലും ഉള്ള തടസ്സം SFIOയ്ക്ക് ഉണ്ടായിട്ടില്ല. ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ അറസ്റ്റും ചിലപ്പോൾ SFIOയ്ക്ക് സാധ്യമാകാതെ വന്നേക്കാം. പക്ഷേ അറസ്റ്റ് തൽക്കാലം ഇല്ല എന്ന് SFIO തന്നെ അറിയിച്ചിരുന്നതാണ്. ഇന്ന് KSIDCക്കെതിരെ ചില വാദങ്ങൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിൽ സഹകരിക്കുന്നില്ല KSIDC അന്വേഷണത്തോട് എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മാസപ്പടി അന്വേഷണത്തിന് ഇപ്പോൾ തടസ്സമില്ലാത്ത രീതിയിൽ SFIO മുന്നോട്ട് പോകുന്നത്. ഹൈക്കോടതിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ, അത് കർണാടക ഹൈക്കോടതിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളാണ്, അത് SFIOയ്ക്ക് അനുകൂലമാണ്. വീണ വിജയൻ രേഖകൾ നൽകേണ്ടി വരും. അറസ്റ്റ് മാത്രമാണ് ഇപ്പോൾ SFIOയ്ക്ക് സാധ്യമാകാതെ വരുന്നത്. KSIDCയും അന്വേഷണത്തോട് സഹകരിക്കണം, അത് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ്. അങ്ങനെ 2 ഹൈക്കോടതികളിൽ നിന്നും വന്നിരിക്കുന്ന നിർദ്ദേശം SFIOയ്ക്ക് അനുകൂലമാണ്. കേസിൽ ഇനി വരാൻ പോകുന്ന നീക്കങ്ങൾ, സേവനത്തിന്റെ വിവരം എക്സാലോജിക് SFIOയ്ക്ക് നൽകേണ്ടി വരും. CMRLനോട് വിവരം ആരാഞ്ഞിരുന്നു എന്നുള്ള കാര്യം, KSIDC വിവരം ആരാഞ്ഞിരുന്നു എന്നുള്ള കാര്യം, അതിനെക്കുറിച്ചുള്ള കൂടുതൽ രേഖകളും നൽകേണ്ടി വരും. ഇതൊക്കെയാണ് കേസിലെ അടുത്ത നീക്കങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സേവനത്തിന്റെ വിവരം എക്സാലോജിക് നൽകേണ്ടി വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ CMRLനോട് KSIDC എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരുന്നത്, ഇതേക്കുറിച്ചുള്ള രേഖകൾ വേണ്ടിവരും. CMRL മറുപടി നൽകിയിട്ടില്ല എന്ന് KSIDC അറിയിച്ചിരുന്നു. ഇതേക്കുറിച്ച് എന്ത് രേഖയാണ് ഉള്ളത് എന്ന് ദേവൻ രാമചന്ദ്രൻ ജഡ്ജി ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടി 26-ാം തീയതി നൽകാമെന്നാണ് KSIDC പറഞ്ഞിരിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് KSIDC SFIOയുടെ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. ROC രേഖകൾ ആവശ്യപ്പെട്ടിട്ട് KSIDC കൊടുത്തില്ല എന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായിട്ടാണ് കേന്ദ്ര സർക്കാർ വിവരങ്ങൾ നൽകിയത്. എന്തായാലും വരും ദിവസങ്ങളിൽ നിർണായകമാണ് SFIOയുടെ അന്വേഷണങ്ങൾ. അടുത്ത വാർത്ത വയനാട്ടിൽ നിന്നാണ്. കഴിഞ്ഞ 4 ദിവസമായി വയനാട്ടിലെ ബേലൂർ മഖ്നയെ തേടി വനം വകുപ്പ് പിറകെ നടക്കുകയാണ്. പക്ഷേ ഇതേവരെ ബേലൂർ മഖ്നയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല, മയക്കുപിടി വയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ഒരു കൃത്യമായ സാഹചര്യം ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നാണ് വനം വകുപ്പ് പറയുന്നത്. അതേസമയത്ത് തന്നെയാണ് ജനങ്ങൾ വീണ്ടും ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്, ബേലൂർ മഖ്നയെ പിടിക്കാതെ വിടാൻ പറ്റില്ല ദൗത്യ സംഘത്തെ എന്ന്. മയക്കുപിടി സംഘം ആനയ്ക്ക് പിന്നാലെയാണ് ഇപ്പോഴും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആന മാറിക്കൊണ്ടിരിക്കുന്നതാണ്.
വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തടസ്സമായിരിക്കുന്നത്. ഏറുമാടത്തിൽ കയറി വെടിവെക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഈ ഒരു തീരുമാനം എടുത്തിരുന്നുവെങ്കിലും ആന പക്ഷേ ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി. 4ാം ദിവസമാണ് ഇപ്പോഴും. മയക്കുപിടി സംഘം ആനയ്ക്ക് പിന്നാലെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 5 മണിവരെ ദൗത്യ സംഘം മയക്കുപിടി വയ്ക്കുവാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടി തന്നെ ദൗത്യ സംഘം തങ്ങളുടെ പ്രവർത്തനം തുടങ്ങി. പക്ഷേ ഇന്നും കൃത്യമായിട്ട് ആനയെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. മണ്ണുണ്ടി എന്ന സ്ഥലത്തായിരുന്നു ആന. അവിടെ നിന്നും ആന മാറി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏത് രീതിയിലാണോ ആനയും വനംവകുപ്പും തമ്മിലുള്ള ഒളിച്ചുകളി നടക്കുന്നത് അതേപോലെ തന്നെയാണ് ഇന്നും. തിരുനെല്ലി പഞ്ചായത്തിൽ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതേസമയത്ത് തന്നെ വനം മന്ത്രിയുടെ വീട്ടിലേക്ക് UDF MLA-മാർ ഇന്ന് മാർച്ച് നടത്തി. തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്കാണ് UDF-ന്റെ MLA-മാർ മാർച്ച് നടത്തിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു UDF MLA-മാരുടെ മാർച്ച്. നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങുന്നതിന് മുൻപാണ് UDF-ന്റെ MLA-മാർ വനം മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഇതേ വിഷയം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത്. വനം മന്ത്രി ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാണ്. വനം മന്ത്രി ഒന്നും അറിയുന്നില്ല എന്നുള്ള കാര്യമാണ് UDF പറയുന്നത്. വികലമായ രീതിയിലാണ് വനം വകുപ്പ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ജീവനാഗത കർക്കുകയാണ് ജീവിതമാഗത കർക്കുകയാണ് അയ്യയ്യേ നാണക്കേട് ജീവിക്കാനോ ഗതിയില്ല ജീവിതമാകെ പ്രതിസന്ധി കർഷകരാകെ രോഷത്തിൽ. ബഹുമാനായ വനം മന്ത്രി വയനാടിന്റെ ചുമതല കൂടിയുള്ള മന്ത്രിയാണ്. അദ്ദേഹം കാണിച്ച നിഷ്ക്രിയത്വം എന്ന് പറയുന്നത് എന്ത് വാക്കുകൊണ്ട് വേറെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പൂർണ്ണമായ നിഷ്ക്രിയത്വമാണ്. ലാഘവത്വത്തോടു കൂടിയാണ് ഇതിനെ നേരിടുന്നത്. ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള ഒരു പദ്ധതി ഗവൺമെന്റിന്റെ കയ്യിലില്ല. ഈ പ്രാവശ്യത്തെ ബജറ്റിൽ ആകെ നീക്കിവെച്ചിരിക്കുന്നത് 48 കോടി രൂപയാണ്. ഒരു 100-1 സ്ഥലത്ത് ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടാക്കാൻ പോലും ഈ 48 കോടി രൂപ മതിയാവില്ല. അപ്പൊ ഗവൺമെന്റിന്റെ പൂർണ്ണമായ അവഗണന, നിഷ്ക്രിയത്വം. 7000-ഓളം പേര് നഷ്ടപരിഹാരം കിട്ടാതെ കാത്തിരിക്കുകയാണ്. 7000 പേർക്ക്, മരിച്ചവരുൾപ്പെടെ വെറും പാവങ്ങളാണ്. ആളുകൾ ആത്മഹത്യ ചെയ്തു. അതായത് പന്നി വന്ന് ആക്രമിച്ച് വാഴക്കൂട്ടങ്ങൾ തകർത്തതിന്റെ പേരിൽ നഷ്ടപരിഹാരം കിട്ടാതെ കടബാധ്യതയിലായ കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു. എന്നിട്ടും സർക്കാർ ഈ നഷ്ടപരിഹാരം കൊടുക്കാതെ അവരെ കബളിപ്പിക്കുന്ന സ്ഥിതിയാണ്. പ്രതിപക്ഷം വനം മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ്. അതേസമയം വനം വകുപ്പ് വയനാട്ടിൽ പറഞ്ഞിരിക്കുന്നത് ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്നാണ്. നാട്ടുകാർ ഇക്കാര്യത്തിൽ അമർഷത്തിലാണ്. കാരണം ദൗത്യ സംഘം 4 ദിവസമായി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ആനയെ പിടികൂടാൻ കഴിയുന്നില്ല. വനം വകുപ്പ് എന്ത് ചെയ്യുകയാണ് എന്ന ചോദ്യമാണ് വയനാട്ടിൽ ജനങ്ങൾ ഉന്നയിക്കുന്നത്. അതേസമയത്ത് തന്നെയാണ് വയനാട്ടിൽ കർഷക സംഘടനകൾ ഹർത്താലും ആചരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ അനീഷ് ചേരുകയാണ്. അനീഷ്, ഇപ്പോൾ എവിടെയാണ്? ഈ ദൗത്യ സംഘം എന്ത് പരിശ്രമമാണ് ഇന്ന് നടത്തുന്നത്? ഈ ആനയെ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ടോ ദൗത്യ സംഘം? തീർച്ചയായും 2-3 വട്ടം ഇന്ന് ആനയുമായി നേരിട്ട് കാണാൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു. കുങ്കിയാനകളുമായി ആനയുടെ ഏതാണ്ട് അടുത്ത സ്ഥലത്ത് വരെ എത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഏതാനും 1/2 കിലോമീറ്റർ അപ്പുറത്ത് ആനയുണ്ട് എന്നാണ്. ഈ പോലീസുകാരും മറ്റും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ നിൽക്കുന്നു. ഒപ്പം കാട്ടിനുള്ളിൽ 2 നിരയായി ഉദ്യോഗസ്ഥരുടെ മറ്റൊരു സംഘം ഉദ്യോഗസ്ഥരും നിലയുറപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ബേഗൂർ ഭാഗത്തേക്കാണ് ഇരുമ്പുപാലത്തു നിന്നും ആദ്യം ആന പോയത്. ആ ഇരുമ്പുപാലം ഭാഗത്ത് വെച്ച് വെടിവെക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായിരുന്നു. അല്പസമയത്തിനകം വെടിവെക്കും എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളും വന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ആന അവിടുന്ന് മറ്റൊരു ഇടത്തേക്ക് മാറുകയായിരുന്നു. അതിനുശേഷം വീണ്ടും മണ്ണുണ്ടി മേഖലയിൽ എത്തിയിരിക്കുന്നു. നമ്മൾ ഈ കാണുന്ന ഈ നിരയിലുള്ള വനത്തിനപ്പുറം ആനയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുങ്കിയാനകളും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ ആനയെ പിന്തുടർന്ന് വന്നിരിക്കുന്നു. ആ മേഖലയിൽ നിന്നും വീണ്ടും ഇരുമ്പുപാലം ദിശയിലേക്ക് തന്നെ ആന നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്
ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ആന നീങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ വെടിവെക്കുക ദുഷ്കരമായിരിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചാൽ മാത്രമാവും വെടിവെച്ച് അതിനെ കീഴടക്കി കൊണ്ടുപോകാൻ കഴിയുക. എന്തായാലും നിലവിൽ ആ പരിശ്രമം ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നടന്നതുപോലെ തന്നെയാണ് നടക്കുന്നത്. ഒരു വിജയകരമായ പരിസമാപ്തിയിലേക്ക് എത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ ആന ദിശ മാറി പോകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം കൊടും കാടാണ്, വലിയ മരങ്ങൾ തലയുയർത്തി നിൽക്കുന്ന ഇടങ്ങളാണ്. പൊന്തക്കാടുകൾ വലുതായുണ്ട്, കൊങ്ങിണിക്കാടുകൾ ഒരുപാടുണ്ട്. ഈ കൊങ്ങിണിക്കാടുകളിലേക്കുമൊക്കെ പെട്ടെന്ന് ആന മറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാട്ടിനുള്ളിലേക്ക് വെടിവെക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ഇനി വെടിപ്പിഴച്ചാൽ ഈ ആന തിരിച്ച് ദൗത്യ സംഘത്തിന് നേരെ വരുമോ എന്ന ഒരു ആശങ്കയും നിൽക്കുന്നു. അങ്ങനെ വന്നാൽ പിന്നീട് ജനവാസ കേന്ദ്രത്തിലേക്കാവും ആന പെട്ടെന്ന് ചാടി വീഴുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് ദൗത്യത്തിന്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്ന് ഫോറസ്റ്റ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു. ജനങ്ങൾ വളരെ ക്ഷുഭിതരാണ്. കാരണം കഴിഞ്ഞ 3 ദിവസമായി പറയുന്ന അതേ കാര്യങ്ങളാണ് വനംവകുപ്പ് ആവർത്തിക്കുന്നത്. ഒരു തരത്തിലുമുള്ള പുരോഗതി ഈ ആനയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നും അവർ പറയുന്നു. ഇന്ന് വൈകുന്നേരം വരെ നേരത്തെ ജനങ്ങൾ നമ്മളോടൊക്കെ പ്രതികരിച്ചപ്പോൾ ഒരു അന്ത്യശാസനം നൽകിയിരുന്നു. വൈകുന്നേരത്തിനുള്ളിൽ പിടികൂടിയില്ലെങ്കിൽ ഒറ്റ ഉദ്യോഗസ്ഥരെയും ഇവിടുന്ന് മടങ്ങാൻ അനുവദിക്കില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ദൗത്യം പുരോഗമിക്കുന്നു. അല്പസമയത്തിനകം വീണ്ടും ആനയുടെ അടുത്തേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘം ഉള്ളത്. അനീഷ്, ഇപ്പോൾ ഈ ജനങ്ങൾ അമർഷം പങ്കുവച്ചിരുന്നു. അവരെന്താണ് പറയുന്നത്? കഴിഞ്ഞ ദിവസം ദൗത്യസംഘത്തെ തടഞ്ഞിരുന്നു. അപ്പോൾ ദൗത്യം മതിയാക്കി എന്തായാലും ദൗത്യസംഘത്തിന് തിരികെ പോകാൻ കഴിയില്ല എന്ന് തന്നെയല്ലേ? വനം വകുപ്പ് ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ദൗത്യം അവസാനിപ്പിക്കേണ്ടി വരുമോ? അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ ദൗത്യം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ദൗത്യസംഘം ഇപ്പോഴും പറയുന്നില്ല. കാരണം ഈ ജനവാസ മേഖലകളിൽ തന്നെയാണ് ഇരുമ്പുപാലം, മണ്ണുണ്ടി, ചെമ്പകപ്പാറ മേഖലകളിൽ തന്നെ ഒരു 5 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് ആനയുടെ സാന്നിധ്യം എപ്പോഴും ഉള്ളത്. അവ ആന ഉൾക്കാട്ടിലേക്ക് പോകുന്നുമില്ല, എന്നാൽ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്നുമില്ല. ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങാത്തത് ഈ അതിർത്തിയിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് തന്നെയാണ്. ഒപ്പം കുങ്കിയാനകൾ ഉപയോഗിച്ച് മറുവശത്തേക്ക് ആനയെ തുരത്തി ഓടിക്കുന്നത് കൂടെ കൊണ്ടാണ്. പക്ഷേ ആനയുടെ സാന്നിധ്യം ഇവിടെ നിൽക്കുന്നത് തന്നെ ജനങ്ങൾക്ക് അങ്ങേയറ്റം പരിഭ്രാന്തിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ തിരുനെല്ലി പഞ്ചായത്തിലെ ജനജീവിതം ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിട്ട് 4 ദിവസമാകുന്നു. അജീഷിന്റെ മരണം നടന്ന അന്ന് മുതൽ എല്ലാ രീതിയിലുമുള്ള മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുന്നു. പുറത്തേക്ക് ഇറങ്ങരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ. സ്കൂളുകൾ അടഞ്ഞു കിടക്കുന്നു. വനത്തിൽ ഒരു വിറക് ശേഖരിക്കാനോ അല്ലെങ്കിൽ ഈ കന്നുകാലി മേയ്ക്കലൊക്കെ ഉപജീവനമാക്കിയവർക്ക് ഒരു പുല്ല് ശേഖരിക്കാനോ പോലും കാട്ടിനുള്ളിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം. ഈ കാപ്പിയും കുരുമുളകും ഒക്കെ വിളവെടുക്കുന്ന സമയമാണിപ്പോൾ. അപ്പോൾ അതിന്റെ വിളവെടുപ്പ് കാര്യങ്ങൾ നടത്താൻ കഴിയാതെ വരുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ജനജീവിതം സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നിവൃത്തി കെട്ടിരിക്കുന്നു. ഏത് വിധേനയും ഈ ആനയെ മയക്കൊടി വെച്ച് പിടികൂടുകയോ അല്ലെങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തുകയോ വേണം. അങ്ങനെയെങ്കിലും തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യ ദിനം ഇതുപോലെ തന്നെ ഈ ദൗത്യം കഴിഞ്ഞ് മടങ്ങാൻ നേരം 5 മണിയായപ്പോൾ കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർ മടങ്ങുന്നു. ഞങ്ങളുടെ ജീവനും സ്വത്തിനും ആര് സംരക്ഷണം നൽകും? ഞങ്ങളുടെ കോളനിയിൽ തന്നെ നിങ്ങൾ താമസിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ദൗത്യസംഘത്തെ തടഞ്ഞിരുന്നു. പിന്നീട് രാത്രി പെട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഊർജിതമാക്കാമെന്ന അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ്